ഭാഷണം നടത്തിയ ബഷീർ സാഹിബ്, വേദിയിലിരിക്കുന്ന മറ്റുള്ള ഉസ്താദുമാർ, അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, നേതൃത്വങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പരിസരങ്ങളിൽ വിനീതനായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ മതേതര ഭാരതത്തിലെ സഹോദര മതസ്ഥരായ സഹൃദയ സ്നേഹിതരെ, ഉടയതമ്പുരാനാകുന്ന പരിശുദ്ധ റബ്ബിൻ്റെ കരുണാകടാക്ഷം കൊണ്ടും അവൻ്റെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടും ധന്യമായ ഈ സദസ്സിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിലപിടിപ്പുള്ള ഒരു സന്ദർഭത്തെ ഉപയുക്തമാക്കാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യ സന്നിപാതം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അലാ നിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. ഒരു നിരക്ഷരനായ പ്രവാചകൻ എങ്ങനെ ലോകത്തോളം വളരുകയും ലോകത്തിൻ്റെ ഒരു അധ്യാപകനായി മാറുകയും ചെയ്തു എന്നുള്ളത് ഇന്നും ആശ്ചര്യമാണ്. അന്നബിയുൽ ഉമ്മി എന്നാണല്ലോ പ്രവാചക തിരുമേനിയെ നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്നത്. തിരുമേനിയും വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. നിരക്ഷരൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് കണ്ടു പരിശുദ്ധ പ്രവാചക തിരുമേനി. അങ്ങനെ ഒരു സ്വലാത്ത് തന്നെയുണ്ട്. اللهم صل على سيدنا محمد النبي الأمي الهاشمي القرشي المكي المدني وعلى آله وصحبه وسلم. അല്ലാഹുവേ, നിരക്ഷരനായ പ്രവാചകന്റെ മേൽ നീ ഗുണം ചെയ്യണേ നാഥ എന്നാണ് ആ സ്വലാത്തിന്റെ ആരംഭം. നിരക്ഷരൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നത് അതൊരു തരത്തിലുള്ള റിമാർക്കാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഡാമേജാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ആളാണ്. അക്ഷരമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പറയാറുള്ളത് സാക്ഷരൻ എന്നാണ്. ഭാഷാപരമായിട്ട് അതിൻ്റെ താല്പര്യം അക്ഷരത്തോടു കൂടെയുള്ളവൻ എന്നാണ്. കേരളം 100% സാക്ഷരത കൈവരിച്ച ഇന്ത്യ രാജ്യത്തിൻ്റെ വളരെ സമ്പന്ന സംസ്കാരമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ സാക്ഷരതാ വിപ്ലവങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ തുടക്കം കുറിക്കപ്പെട്ട ഒരു അധ്യായം കൂടിയാണ്. ആ സാക്ഷരത ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിരക്ഷരൻ, അക്ഷരം എന്നതിലേക്ക് നിർ എന്നൊരു പദം കൂടുകയാണ്. അല്ലെങ്കിലും മലയാള വാക്കുകളിൽ ഒരു പദത്തിൻ്റെ കൂടെ നിർ എന്ന് പറഞ്ഞാൽ അത് നേർ വിപരീതമാണ്. പിന്നെ അതിൻ്റെ അർത്ഥം ആയുധം ഇല്ലാത്തവൻ, നിർ ആയുധൻ, അതാണ് നിരായുധൻ. ശരീരത്തിൽ ജലം ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ. അതിന് നമ്മളെ ഭാഷയിൽ പറയുന്ന പേരാണ് നിർജലീകരണം. പരിശുദ്ധ പ്രവാചകൻ ഉമ്മിയാണ്. അതിൻ്റെ അർത്ഥം നിർ അക്ഷരൻ, അക്ഷരം കൂടെയില്ലാത്ത ആള്. ആ നിരക്ഷരനായ പ്രവാചകൻ പിന്നെ തന്നെപ്പറ്റി തന്നെ തൻ്റെ ജനതയോട് പരിചയപ്പെടുത്തുകയാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയുക്തനായത്. വിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ നേടാൻ ഒരു അങ്കണവാടിയിലേക്കോ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ വിദ്യാലയത്തിലേക്കോ കടന്നു പോകാൻ അവസരം കിട്ടാതെ പോയ ഒരാള് ഞാൻ അധ്യാപകനായിട്ടാണ് നിയുക്തനായത് എന്ന് പറയുന്നതിലുള്ള ഒരു മനോഹാരിത അത് വേറെ തന്നെയാണ്. ആ മനോഹാരിതയുടെ ആഴം നമ്മൾ വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി തന്നത് മലയാളക്കരയിലെ വളരെ മനോഹരമായ കവിതകൾ എഴുതുന്ന കൽപ്പറ്റ നാരായണൻ മാഷാണ്. കൽപ്പറ്റ നാരായണന്റെ പ്രവാചകൻ എന്നൊരു കവിതയുണ്ട്. അത് ഹൃദ്യമാണ്. അതിൽ അദ്ദേഹം നബിയോട്, നബി തിരുമേനിയെ അഡ്രസ് ചെയ്തിട്ട്, ഒരു കവിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ആ കവി, ആ ഹൈന്ദവനായ കവി പരിശുദ്ധ പ്രവാചകനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങ് നിരക്ഷരനാണ് എന്ന് കേട്ടു, ശരിയാണ്. ആ നിരക്ഷരതയുടെ ഭംഗിയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നബിയെ, അങ്ങ് നിരക്ഷരനാണ് എന്ന് കേട്ടു, ശരിയാണ്. ഞങ്ങളൊക്കെ സാക്ഷരന്മാരാണ്. പക്ഷേ സാക്ഷരന്മാരായ ഞങ്ങളെല്ലാം അക്ഷരത്തോളമേ വരൂ. പക്ഷേ നിരക്ഷരനായ അങ്ങ് അക്ഷരങ്ങൾക്കും അപ്പുറത്താണ്. ആ ഭാഷയുടെ ഒരു ഗാംഭീര്യം നമ്മൾ ആലോചിക്കണം. വരികൾക്കിടയിലൂടെ പ്രയാണം നടത്തണം നമ്മൾ. നിരക്ഷരനായ അങ്ങ് അക്ഷരങ്ങൾക്കും അപ്പുറത്ത്, സാക്ഷരന്മാരായ ഞങ്ങളോ
അക്ഷരത്തോളമേ വരൂ. അതുകൊണ്ട് സാക്ഷരന്മാരായ ഞങ്ങളെല്ലാം വായിച്ചത് മുഴുവൻ മുമ്പാരൊക്കെയോ എഴുതിയതാണ്. ക്ലാസ് റൂമിൽ ടീച്ചർ എഴുതി തന്നതും ഉസ്താദ് എഴുതി തന്നതും മാത്രമാണ് ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മുമ്പാരോ എഴുതിയ അക്ഷരങ്ങളല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് ഈ പ്രകൃതിയിൽ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നബിയെ, നിരക്ഷരനായ അങ്ങ് വായിച്ചത് മുഴുവൻ മുമ്പാരും എഴുതാത്തത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ഹിറാ ഗഹ്വരത്തിൽ പോയിട്ടൊരു പ്രവാചകൻ വായിക്കുമ്പോൾ അത് മുമ്പാരും എഴുതാത്തതാണ്. അപ്പൊ അങ്ങയുടെ നിരക്ഷരത, ഞങ്ങളുടെ സാക്ഷരത ഏതാണ് ജയിച്ചത് എന്ന് കവി സമർത്ഥമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വിശദീകരിച്ച് തരികയാണ്. വായ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോദിയ വിജ്ഞാനദായക, അങ്ങയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വായിക്കൂ നബിയെ, ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്, ഇത് വഹയാണ്, ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് വായിക്കൂ നബിയെ. അങ്ങ് വാ തുറന്നോതുകയാണ്. അക്ഷരാഭ്യാസമില്ലാത്തൊരു പ്രവാചകൻ ലോകത്തിൻ്റെ ഒരു ജനതയെ ഇങ്ങനെ വഴി നടത്തുകയാണ്. അതും എങ്ങനെയുള്ള ഒരു കശ്മല ഹൃദയന്മാരുടെ ഇടയിലേക്കാണ് പ്രവാചക തിരുമേനി നിയുക്തനാകുന്നത്. അവിടുത്തെ നിയോഗം അല്ലേ? ഒരു സംവിധാനമില്ലാത്ത കാലഘട്ടം, വിദ്യാഭ്യാസ വിപ്ലവങ്ങളില്ലാത്ത കാലഘട്ടം, സംസ്കാരം തൊട്ടു തീണ്ടാത്ത കാലഘട്ടം, മദ്യം മാത്രം നുണഞ്ഞ ഒരു ജനത, പെണ്ണിനെ ഭോഗിക്കാൻ മാത്രം കണ്ട കാഴ്ചപ്പാടുള്ള ഒരു ജനത, അക്രമം നടത്തി മാത്രം പരിചയിച്ച ശീലിച്ച ഒരു ജനത, അവർക്ക് അക്രമം അവരുടെ ജീവിതത്തിൻ്റെ ഹോബിയാണ്. തറവാടിൻ്റെ കുലമഹിമയുടെ പേര് പറഞ്ഞിട്ട് മറ്റൊരുത്തനോട് തർക്കിക്കുക, അത് യുദ്ധത്തിലേക്ക് വഴിതെളിയിക്കുക, എന്നിട്ട് ആയുധങ്ങളെ കൊണ്ട് കലപില കൂടുക, അവിടെ കോലാഹലങ്ങൾ മുഴക്കുക, എവിടെയും പോയിട്ട് തമ്മാടിത്തരം കാണിച്ചിട്ട് ആ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു തരം സംതൃപ്തിയായി കണ്ട ഒരു ജനത. മനസ്സ് അത്രമേൽ മരവിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഹൃദയത്തിലേക്ക് ഇരുട്ടിങ്ങനെ വന്നിട്ട് കൂന പോലെ കുന്നുകൂടുമ്പോഴാണ് മനുഷ്യന് ഈ ആഭാസങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക. എത്രത്തോളം ഖത്താബിൻ്റെ മകനായ ഉമർ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായ അന്നത്തെ കശ്മല ഹൃദയൻ എന്ന് ജനങ്ങൾ വിളിപ്പേര് കൊടുത്ത ഒരു മനുഷ്യൻ, സ്ത്രീകള് ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പേടിച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. ഭക്ഷണം കഴിക്കാത്ത മക്കളോട് ഉമ്മമാര് പറയാൻ ഉമറിനെ വിളിക്കും. മക്കൾ പേടിച്ച് അരണ്ടുപോയിട്ട് അറിയാതെ ആ ഒരു ഭീകരത ആലോചിച്ചിട്ട് ഭക്ഷണം കഴിച്ചു പോവാൻ. അത്രമേൽ ഭീകരതയുടെ ഒരു പര്യായം മാറിപ്പോയ ശിലഹൃദയനായ, കരിങ്കല്ല് പോലെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായ, കാർക്കശ്യത്തിൻ്റെ പര്യായമായ ഉമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവനോടെ പച്ച മണ്ണിൽ പച്ച പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിട്ട് മൺവെട്ടിയെടുത്തിട്ട് തൂമ്പായെടുത്തിട്ട് 6 അടി മണ്ണിലേക്ക് ജീവൻ തുടിക്കുന്ന ഒരു കുഞ്ഞുമോളെ വലിച്ചെറിഞ്ഞ് ആ കുഞ്ഞിനെ കിടത്തിയ കുഴിമാടത്തിലേക്ക് മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു പോരുമ്പോൾ പോലും ഒരിറ്റ് കണ്ണീര് കണ്ണിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഭാഗമായിട്ട് പൊടിഞ്ഞു വീഴാത്തൊരു മനുഷ്യൻ. അപ്പം ആ മനുഷ്യൻ്റെ കരളിൻ്റെ ഉറപ്പ്, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കല്ലുറപ്പ് അത് എത്രമാത്രം ഭദ്രമായിരിക്കും. ആ ഒരു മനുഷ്യനെ പിൽക്കാലത്തെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ പിന്നെ കാണുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2ാമത്തെ ഉത്തരാധികാരിയായിട്ടാണ്. പരിശുദ്ധ പ്രവാചകനാകുന്ന സംസ്കാരത്തിൻ്റെ സർവകലാശാലയിലെ അച്ചടക്കത്തോടുകൂടെ വിദ്യ നേടുന്ന ഒരു ശിഷ്യത്വം നേടിയ ഒരു തർബിയത്ത് കിട്ടിയ അരുമ ശിഷ്യനായിട്ടാണ്. പിന്നെ ഭരണാധികാരിയായതിൻ്റെ ശേഷം ചരിത്രം നമുക്ക് കഥ പറഞ്ഞു തരാൻ. ബഹ്റൈനിൽ നിന്ന് ഒരാൾ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു വലിയ ബോട്ടിലിൽ ഒരു കുപ്പിയിൽ കുറച്ച് അത്തർ കൊടുത്തേക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഇസ്ലാമിൻ്റെ ഖജനാവിലേക്ക് ബൈത്തുൽ മാലിലേക്കാണ്, ഖലീഫ ഇത് കൈകാര്യം ചെയ്യണം.
ഈ കൊടുത്തയച്ച ദാതാവായ എൻ്റെ താല്പര്യം അത്തർ വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ലാത്ത, ദീനാറില്ലാത്ത, ദിർഹമില്ലാത്ത ദരിദ്ര പരവശന്മാരായ ജനങ്ങൾക്ക് ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഈ നല്ല സുഗന്ധമുള്ള ഈ ഫ്രാഗ്രൻസ്, ഈ പെർഫ്യൂംസ് കൊടുക്കണം. അതായിരുന്നു ഇത് ദാനം ചെയ്ത മനുഷ്യന്റെ താല്പര്യം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഈ സാധനം എത്തുകയാണ്. ഇത് കേട്ട ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സഹധർമ്മിണിയായ ആതിഖ ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവായ ഖലീഫ തങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫ, പൊന്നു ഭർത്താവേ, അങ്ങയുടെ ഭാര്യ, അങ്ങയുടെ സഹധർമ്മിണി ആതിഖ തൂക്കാനും അളക്കാനും നൈപുണ്യമുള്ള ഒരാളാണ് എന്ന് അങ്ങേക്ക് അറിയാലോ. അപ്പം അത് വെറുതെ പറഞ്ഞതല്ല. ആതിഖ ബീവിയെ പറ്റി അറബി വനിതകൾക്കിടയിൽ തന്നെ അത് ഒരു പാട്ടാണ്, ഒരു വചനമാണ്, ഒരു പ്രയോഗമാണ്. ആതിഖ ബീവി അളക്കാൻ നൈപുണ്യമുള്ള ഒരു നിപുണയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആതിഖ, നിന്റെ നിപുണതയെ ഞാൻ ശരിവെക്കുന്നു, നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സ്നേഹത്തോടുകൂടെ നീ ഇങ്ങോട്ട് വച്ച ആവശ്യത്തെ ഞാൻ നിരസിക്കുകയാണ്. എന്തേ നിങ്ങൾ എന്നെ ഈ അത്തറ് അളന്നിട്ട് ചെറിയ പാത്രത്തിലേക്ക് തിട്ടപ്പെടുത്താൻ അനുവദിക്കാതെ പോയത് എന്ന് വിഷണ്ണയായ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭാര്യയോട് ഭർത്താവ് തിരിച്ചു മറുപടി പറയാൻ, പ്രിയപ്പെട്ട ആതിഖ, ഇത് പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി നിയത്താക്കിയ അത്തറാണ്. അതുകൊണ്ട് വലിയ കുപ്പിയിൽ നിന്ന് തോലയാക്കിയിട്ട് നീ ചെറിയ കുപ്പിയിലേക്ക് ഈ അത്തർ ഒഴിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നിന്റെ കൈവിരലുകളിൽ പടരും. ആ അത്തറ് പടർന്ന നിന്റെ വിരലുകളുമായിട്ട് ഇന്ന് സന്ധ്യാനേരത്ത് എന്നെ പ്രാപിക്കാൻ നമ്മൾ രണ്ടുപേരും സഹശയനം നടത്തുന്ന, ശയ്യ കൊള്ളുന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് നീ കടന്നു വരികയും നമ്മളുടെ കിടത്തത്തിൻ്റെ ഇടയിൽ സ്നേഹത്തോടുകൂടെ നീ എന്നെ വാരിപ്പുണരുമ്പോൾ, എന്നെ ആശ്ലേഷിക്കുമ്പോൾ നിന്റെ അത്തറ് പുരണ്ടുപോയ കൈവിരലുകൾ എൻ്റെ കഴുത്തിലും എൻ്റെ കവിളിലും തൊട്ടുരമാനും സ്പർശനം നടത്താനും സാധ്യത കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ആതിഖ, അത്തറിൻ്റെ സുഗന്ധം അത് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട അത്തറാണ്. ആ പാവപ്പെട്ടവൻ്റെ അവകാശമാകുന്ന അത്തർ ഉമറിന്റെ ശരീരത്തിൽ അന്യായമായി പുരണ്ടുപോയി കഴിഞ്ഞാൽ നാളെ സ്രഷ്ടാവായ റബ്ബിനോട് ഈ പാവപ്പെട്ട ഉമർ മറുപടി പറയേണ്ടി വരും. ആതിഖ, അതുകൊണ്ട് നീ ഇത് അളക്കേണ്ട, മറ്റാരെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറയുന്ന സൂക്ഷ്മതയുടെ സ്ഥൂലഭാവത്തിലേക്ക് ഒരു മനുഷ്യനിങ്ങനെ നടന്നു വരിക. ആര്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ മനുഷ്യൻ, ഇതേ കൽബ്, ഇതേ ഹൃദയം, ഇതേ വികാരം, ഇതേ ചോര, ഇതേ കണ്ണും കാതും കയ്യും കാലും ഒക്കെയുള്ള ഇതേ മനുഷ്യൻ, ആ മനുഷ്യൻ തന്നെയാണ് മരുപ്പറമ്പിൽ പോയിട്ടൊരു കുഞ്ഞിനെ കുഴിച്ചുമൂടിയത്. അവിടെ തപിക്കാതെ പോയ, അവിടെ ഉറ്റി വീഴാതെ പോയ കണ്ണീര് പിന്നെ ഇവിടെ മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ പേരാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പുണ്യനബിയേ, അങ്ങ് ആരാണ് എന്ന ചോദ്യത്തിന് അങ്ങേക്ക് ഞാൻ മറുപടി പറഞ്ഞു തരാം. അങ്ങ് സ്വഭാവമാണ്. ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താണ്? ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. എൻ്റെ ഇബ്രാഹിം, വേദങ്ങളിലെ അബ്രഹാം പ്രവാചകൻ, ആ പ്രവാചകൻ ക്ഷമാശീലനാണ്. ദുഃഖത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു അടിമയാണ്. ഒരു പ്രവാചകനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇബ്രാഹിം നബിയുടെ സന്താനമായ ഇസ്മായിൽ നബിയെ പറ്റി ഖുർആൻ പറഞ്ഞതോ, ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. എൻ്റെ ഇസ്മായിൽ പ്രവാചകൻ നല്ല കരാറ് പാലിക്കുന്ന ശീലമുള്ള ഒരു സമർത്ഥനായ മനുഷ്യനാണ്. അതൊരു വിശേഷണമാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമ്മൾ പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥം പറഞ്ഞ എന്താണ്? ഇന്നഹു കാന അബ്ദൻ ശകൂറ. എൻ്റെ നൂഹ് പ്രവാചകൻ നല്ലൊരു നന്ദിയുള്ള അടിമയായിരുന്നു. യഹ്യാ നബിയെ പറ്റി അള്ളാഹു പറഞ്ഞതോ ഖുർആനിൽ, അതൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. കാന ബർറം ബിവാലിദൈഹി. സ്വന്തം മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന ഗുണവാനായിരുന്നു യഹ്യാ പ്രവാചകൻ. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന സവിശേഷ വിശേഷണങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നമ്മൾ. പക്ഷെ പരിശുദ്ധ നബി തിരുമേനിയെ, നമ്മളുടെ ആചാര്യനായ ഗുരുനെ
അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് സ്വഭാവമാണ്. ഒറ്റ ക്യാപ്ഷൻ. ആ സ്വഭാവം എന്നുള്ളതിൽ അയൽപ്പക്കം വരുന്നു, മാതാപിതാക്കൾ വരുന്നു, മക്കൾ വരുന്നു, പരിസ്ഥിതി വരുന്നു, സഹജനങ്ങൾ വരുന്നു, ഇതര മതസ്ഥർ വരുന്നു, ജാതിയും മതവും ഇല്ലാത്ത സകല ജനങ്ങളും വരുന്നു, ജീവജാലങ്ങൾ വരുന്നു. നോക്കൂ നിങ്ങൾ അതിൻ്റെ ഒരു സൂക്ഷ്മത. അതുകൊണ്ട് മുഹമ്മദ് നബി തിരുമേനി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വഭാവമാണ്. സ്വഭാവം. അവിടെ നിന്ന് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു, കാർക്കശ്യമില്ല, ഇടപെടലിൻ്റെ സൗന്ദര്യം, ബ്യൂട്ടി ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ബ്യൂട്ടി ഓഫ് ക്യാരക്ടർ, മേക്ക് അതേഴ്സ് ഹാപ്പി, മറ്റുള്ളവരെ ഹാപ്പിയാക്കുക. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്. ഒരു ദിവസം മദീനത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോൾ ജനങ്ങളോട് പറയാൻ, ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ എന്തൊരു സുഖാണ്. ഒരു ദീനിൻ്റെ, ഒരു മതത്തിൻ്റെ, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ സൗന്ദര്യം അതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ അമല് ചെയ്യാനാണല്ലോ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. എന്നിട്ടങ്ങനെ പാകപ്പെട്ട മനസ്സിൻ്റെ ഉടമകളോട് പരിശുദ്ധ ഗുരു, നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല് ഏത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ മുമ്പിൽ പരിശുദ്ധ ഗുരുവിന്റെ പ്രതിവചനം, ഇദ്ഖാലു സുറൂർ ഫീ ഖുലൂബിൻ നാസ്, അപരന്റെ മനസ്സിൽ സംതൃപ്തി ജനിപ്പിക്കുന്ന പ്രവർത്തനം നിങ്ങളിൽ നിന്ന് ജനിക്കലാണ്. നാരായണ ഗുരുപാടിയിലെ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണനതോ മുഖനായി കിടന്നു ചെയ്യും അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അപരന്, അന്യന് വേണ്ടി നിങ്ങൾ ശ്രമിക്കലാണ്, അന്യനെ നിങ്ങൾ പരിഗണിക്കലാണ്, അന്യന്റെ സങ്കടത്തെ നിങ്ങളുടെ സങ്കടമാക്കി മാറ്റലാണ്, മറ്റുള്ളവന്റെ മനസ്സിൽ നിങ്ങളുടെ പ്രവർത്തനം ഒരു സന്തോഷത്തെ ജനിപ്പിക്കലാണ്. എന്ത്? അഹബ്ബുൽ അഅ്മാൽ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമല്. നമ്മൾ ആലോചിക്കണം, ഇബാദത്ത് ചെയ്യാൻ മാത്രം നമ്മൾ നിർമ്മിച്ച ദേവാലയത്തിന്റെ പേരാണ് മസ്ജിദ്. അത് ഇസ്മ മക്കാനാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ആ വാക്കിന്റെ താല്പര്യം. മസ്ജിദ്. മസ്ജിദിന്റെ അകത്താണ് അമലുകളൊക്കെ നടക്കുന്നത്. എഴുത്തിക്കാഫ് അവിടെയാണ്, ഖുർആൻ പാരായണം അവിടെയാണ്, ജമാഅത്ത് നിസ്കാരം അവിടെയാണ്, റവാത്തിബ് അവിടെയാണ്, തസ്ബീഹുകൾ അവിടെയാണ്, ഖിറാഅത്ത് അവിടെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പള്ളിയുടെ ഉള്ളിൽ. അഹബ്ബുൽ അഅ്മാൽ, പ്രവർത്തനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഇദ്ഖാലു സുറൂർ ഫീ ഖുലൂബിൻ നാസ്, നമ്മൾ ഇടപെടുന്ന ആൾക്കാരുടെ കൽബിൻ്റെ ഉള്ളിൽ നമ്മളൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ. ഒരാളുടെ മനസ്സിക്ക് സന്തോഷം ഉണ്ടാക്കാൻ എന്തൊക്കെ പണി നമുക്ക് എടുക്കാൻ പറ്റുമോ അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പോൾ നോക്കൂ നിങ്ങൾ, പുഞ്ചിരി സന്തോഷമാണ്. കാരണം എന്താ? ഒരാളെ കാണുമ്പോൾ വെറുതെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളെ പറ്റി മനസ്സിലാക്കാണ്, അൽഹംദുലില്ലാഹ് അവൻ എന്നോട് യാതൊരു രീതിയിലുള്ള കാർക്കശ്യവും ഇല്ല, എന്നോട് നീരസല്ല, എന്നോട് അനിഷ്ടല്ല. അങ്ങനെ അനിഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ ചുണ്ട് വിടരൂലല്ലോ, അവൻ്റെ കവിള് പ്രസന്നമാകൂലല്ലോ, അവൻ്റെ മുഖം ജ്വലിക്കൂലല്ലോ. അവൻ എന്നോട് ചിരിച്ചല്ലോ, അവൻക്ക് എന്നോട് ഒരു കുശുമ്പില്ല, കുന്നായ്മയില്ല. ക്ലിയറായി. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഈ വാക്കിന്, ഈ ഒരു ആദാന പ്രദാനത്തിന് പറയുന്ന പേരാണ് ഭാഷ ഉച്ചരിക്കാത്ത ആശയവിനിമയം. അവിടെ വാക്കുച്ചരിച്ചിട്ടില്ല. 1400 സംവത്സരങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതും ദാനമാണ്. ദാനം. ദാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണ്? പാവപ്പെട്ട ഒരു മനുഷ്യന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കലാണ്. അല്ല, ഹസ്തം ദാനം ചെയ്യലും ഒരു ദാനമാണ്. നമ്മളെ മലയാളത്തിൽ തന്നെ ഷെയ്ക്ക് ഹാൻഡ്. റസൂലുള്ളാഹി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുൻപല്ലേ മുസാഫഹത്ത് സുന്നത്താക്കിയത്. എന്താ സ്വാഫഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഈ കയ്യിൻ്റെ ഉൾഭാഗം മറ്റൊരുത്തൻ്റെ കയ്യിൻ്റെ ഉൾഭാഗവുമായിട്ട് ആശയവിനിമയത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയയുടെ പേരാണ് ഹസ്തം ദാനം ചെയ്യുക. അതാണ് ഹസ്തദാനം. ഹസ്തദാനം അതൊരു ദാനമാണ്. സ്വതക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രമദാനം ഉണ്ടല്ലോ, അവിടെ എന്താ നമ്മൾ ദാനം ചെയ്യുന്നത്? ശ്രമമാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയയും വെർച്വൽ പ്ലാറ്റ്ഫോമൊക്കെ വളരെ ലൈവായിട്ട് നിൽക്കുന്നൊരു കാലമാണല്ലോ. കഴിഞ്ഞ വർഷം
ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടി ഒരു ഞായറാഴ്ച ഒഴിവിട്ടിയ സമയത്താണ് അവനിങ്ങനെ വെറുതെ വരികയാണ്, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി. ബീച്ചൊക്കെ കണ്ട് അവനിങ്ങനെ നടന്ന് പിന്നെ അവന് കുറേ ബോറടിച്ചപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്ഫുള്ളായ എന്തെങ്കിലും കാര്യമൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. ഇപ്പം ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ചില കുട്ടികൾക്കൊക്കെ നല്ല കാര്യക്ഷമത ഉള്ള കുട്ടികളാണ്. അതിൽ പെട്ടൊരു പയ്യനായിരുന്നു ഈ 25-കാരൻ. അവൻ ബീച്ചിൽ നിന്ന് പിന്നെ നേരെ സെർച്ച് ചെയ്യാൻ കോഴിക്കോട് ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ, കോഴിക്കോട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ മാപ്പൊക്കെ അവനിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ അവനിങ്ങനെ കണ്ടു കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം. അതാരും അങ്ങനെ ടൂറ് പോവാത്തൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ കുറേ പഠിക്കാണ്ട് നമുക്ക്. നമ്മളാരാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെക്കാൾ താഴ്ന്ന ലെവലിലുള്ള ആളുകളെ കാണുമ്പോഴേ അള്ളാഹു നമുക്കൊരു അവസരം തരുള്ളൂ എന്നാണ്. അതിനാണ് പുണ്യനബി നമ്മളോട് പറഞ്ഞത്, ഉന്നുറു ഇലാമൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ ഒരു നിലവാരം താഴ്ന്നവരിലേക്ക് എപ്പോഴും നിങ്ങൾ നോക്കുക. ഇന്നിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അത് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീൽസ് വരികയാണ്, സ്റ്റാറ്റസ് വരികയാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെക്കാൾ ഒരു നിലവാരം മുകളിലാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു മത്സര്യ ബോധം വരികയാണ്, ഒരു മാത്സര്യ ആവേശം വരികയാണ്. അപ്പം നമ്മൾ ചെയ്യാണ് മിഠായി കൊടുക്കൽ ചടങ്ങിന് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മളെ കുടുംബത്തിൽ ആചരിച്ചു പോന്ന പോലെ പറ്റൂല. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടത്, ഞാൻ റീൽസിൽ കണ്ട മിഠായി കൊടുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ 30 ആൾ വരുന്നുണ്ടെങ്കിൽ 30 ആളുടെ കയ്യിലും ഒരു കൊട്ട ചോക്ലേറ്റ് ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ? നമ്മൾ നേരെ പോവാൻ പുതിയ ആചാരത്തെ ബീജാവാപ്പം നൽകി ജനിപ്പിക്കുക. അതാണ് ഈ സംസ്കാരങ്ങൾ ഒരു തരം സംസ്കാര ശൂന്യതയായി മാറുകയാണ് പുതിയ ലോകത്ത്. വലിയ അപകടമാണ് അതൊക്കെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇക്കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ചെറുപ്പക്കാരൻ നേരെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് ഒന്നുമില്ല, അവൻ അവിടുത്തെ സൂപ്രണ്ടിനെ പോയി കാണുന്നു. സൂപ്രണ്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നു. ഞാൻ വെറുതെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ഒരു 25 വയസ്സുള്ള ഒരു പയ്യൻ മാനസിക രോഗികളുടെ ദുരവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ വന്നതല്ലേ. വളരെ താല്പര്യത്തോടു കൂടെ അവിടുത്തെ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മുറാഫിക്കായിട്ട് നടന്ന് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. അവനിങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി മൊബൈൽ ഫോണിൽ. മഗ്രിബായപ്പോൾ നാട്ടിലെത്തിയിട്ട് ഗ്രൂപ്പിൽ മുഴുവൻ അവൻ മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ, ഞാൻ ഇന്നൊരു ധന്യമായ നിമിഷത്തിലാണ് ഉള്ളത്, ഇന്നത്തെ ദിവസം എനിക്ക് അർത്ഥപൂർണമാണ്, സാർത്ഥകമാണ്. എന്തേന്ന് ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ. അപ്പം അവൻ പറഞ്ഞു, ഒരുപാട് മനോരോഗികളെ കൊണ്ടുപോയി തള്ളിയ മാനസികാരോഗ്യ കേന്ദ്രം ഞാൻ കണ്ടു. ഒരുപാട് മക്കളുടെ ഉമ്മമാരവിടെ ഉണ്ട്. ഇതുവരെ കല്യാണം കഴിക്കാത്ത 35-40 വയസ്സായ മധ്യവയസ്സിലേക്ക് എത്തി നോക്കിയ ആളുകൾ അവിടെ ഉണ്ട്. നല്ല ചുറുക്കുള്ള ശരീരത്തിൻ്റെ ഉടമകൾ, നല്ല ഊർജ്ജസ്വലരായ ആളുകൾ. നമുക്ക് ഒരുപാട് അതിൽ ചിന്തിക്കാണ്ട്. അപ്പം മെഡിക്കൽ സൂപ്രണ്ട് എന്നോട് അവസാനം പറഞ്ഞൊരു കാര്യമാണ്, എന്ത്, ഇവിടുത്തെ കട്ടിലുകളൊക്കെ കേടായിട്ടുണ്ട്, ഇവിടുത്തെ ഉദ്യാനമൊക്കെ മോശമായിട്ടുണ്ട്, ഇവിടെ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കാണ്ട് ഇന്ന് ഇവിടെ കഴിയുന്ന മാനസിക രോഗികളൊക്കെ രോഗം ഭേദമാവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മനസ്സിലാക്കിയ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ പരിചയത്തിലുള്ള ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജ് കൊടുത്തിട്ട് പറയാൻ, നമുക്കൊന്ന് ശ്രമം ദാനം ചെയ്തൂടെ. ഞാൻ ശ്രമദാനത്തെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഇങ്ങോട്ട് കയറിയത്. ശ്രമം ദാനം ചെയ്യാം. നേരത്തെ മുസ്തഫ നബി തങ്ങൾ ഹസ്തം ദാനം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞ പോലെ ഇസ്ലാമിൽ ഏറ്റവും വലിയൊരു സ്വതക്കയാണ് ശ്രമദാനം. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വോയിസ് ഇടാൻ. അപ്പം അതിലൊരുപാട് ഗ്രൂപ്പിലെ ആളുകൾ കേൾക്കാൻ. അതിൽ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, ആശാരിപ്പണി അറിയുന്നവരുണ്ട്, ഇലക്ട്രീഷ്യന്മാരുണ്ട്, പ്ലംബേഴ്സ് ഉണ്ട്, ക്ലീനിങ് അറിയുന്നവരുണ്ട്, തൂമ്പായി എടുത്തിട്ട് മൺവട്ടി എടുത്തിട്ട് തോട്ടം കൊത്താൻ പോകുന്ന കൂലിത്തൊഴിലാളികളുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കൈ പൊക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തമ്പിൻ്റെ ചിഹ്നം അതിൽ കാണിച്ചു കൊടുക്കുകയാണ്. അവസാനം അവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവൻ ശ്രമദാനം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിലവൻ അനൗൺസ് ചെയ്യാണ്, അടുത്ത ഞായറാഴ്ച നമുക്ക് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകണം. നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ശ്രമദാനത്തിനുള്ള ടൂൾസാണ്. അപ്പോൾ കാർപ്പൻ്റർ, ആശാരിയായ ആളയിലുണ്ട്, അയാളെ ഉളിയും ഹാമറും ആയിട്ട് വരികയാണ്. പ്ലംബർ ഉണ്ട്, അയാളെ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് വരികയാണ്, ടൂൾസ് ആയിട്ട് വരികയാണ്. അങ്ങനെ ഓരോ തൊഴിലറിയുന്ന വ്യത്യസ്ത ആളുകൾ ആ ഞായറാഴ്ച അവിടെ ഒരുമിക്കുന്നു. സന്ധ്യയാകുമ്പോഴേക്ക് ഒരു ഗവൺമെൻറ് NGOക്കും ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനം വളരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. ഇന്ന് അവർ ദാനം ചെയ്ത പ്രക്രിയ എന്താണ്? ശ്രമദാനമാണ്.
ഒരു ടെക്നോളജിയും വികസിക്കാത്ത കാലഘട്ടത്തിൻ്റെ മുറ്റത്ത് മദീനയുടെ പള്ളിയുടെ മണലിങ്ങനെ പാകിയ മരുപ്പറമ്പിൻ്റെ സൈകതപ്പരപ്പാകുന്ന അങ്കണത്തട്ടിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു നായകൻ മൊഴിയുകയാണ്, ഇദ്ഖാലു സുറൂരി ഫീ ഖുലൂബിന്നാസ്, നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന പ്രവർത്തനം എപ്പോഴാണ് നിർവഹിച്ചത്? ആ പ്രവർത്തനം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. പരിശുദ്ധ റബ്ബിന് ഏറ്റവും ഇഷ്ടം, ശ്രേഷ്ഠകരം നിങ്ങൾ ആ പ്രവർത്തിച്ച പ്രവർത്തനമാണ്. റസൂലുള്ളാഹിനെ നമ്മൾ റബീഉൽ അവ്വലല്ലേ, ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് റബീഇൻ്റെ കൊട്ടിഘോഷങ്ങൾ നടത്തുന്നതിനപ്പുറം നമ്മളെ ഹൃദയത്തിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വരിക, ഇങ്ങനെ നബിയെ നമ്മൾ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് സൗദി അറേബ്യയിൽ അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിലിരുന്നിട്ട് ഭാര്യനെയും മക്കളെയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലോകത്തോട് മൊത്തം അനൗൺസ് ചെയ്യാണ്, ഞാൻ CR7, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അയാളത് പറഞ്ഞ് മൊബൈൽ ഫോൺ അവിടെ വെച്ച് സന്ധ്യാനേരത്ത് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഭാര്യ ചായയും സ്നാക്സുമായിട്ട് വരുമ്പോൾ 1 മില്യണിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫോളോവേഴ്സ് 10 മില്യണിലേക്ക് എത്തിയിരിക്കാൻ. ഈ കോവിഡ് കാലത്ത് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയ മനുഷ്യൻ അദ്ദേഹത്തിനാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. ഐ തിങ്ക് ഒരു അറൗണ്ട് 341 മില്യൺ ഫോളോവേഴ്സ് ആ മനുഷ്യനിപ്പുണ്ട്. ആ ആള് 1 മില്യണിൽ നിന്ന് 10 മില്യണിലേക്ക് എത്താൻ ഈ കോവിഡ് കാലത്ത് 132 ദിവസം എടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് CR7 എന്ന് പറയുന്ന പോർച്ചുഗലിൻ്റെ കളിക്കാരൻ, ഇപ്പോൾ സൗദി അൽ നസറിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹം ഒരു സന്ധ്യാനേരമായപ്പോഴേക്ക്, ഒന്ന് നേരം വെളുത്ത് ഇരുട്ടാകുമ്പോഴേക്ക് 10 മില്യൺ ആളുകളെ അദ്ദേഹത്തിൻ്റെ വരുതിയിലേക്ക് സ്വരുക്കൂട്ടി. ഇപ്പം അദ്ദേഹം 100 മില്യണും കഴിഞ്ഞ് 200ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ടെക്നോളജിയൊക്കെ ഇത്ര വികാസം പ്രാപിച്ച ഈ കാലത്തും നമ്മൾ ആലോചിക്കുകയാണ്, 100 ചില്ലാനം ഫോളോവേഴ്സ്, അതും മില്യൺ, 100 ചില്ലാനം മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ശതകോടി ജനങ്ങളായി. അത്രയും ജനങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യല്ലേ. ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്തിട്ടും ലോകത്തെ ബുദ്ധിജീവികളായ ആചാര്യന്മാർ പറയാണ്, ഈ വെർച്വൽ കാലത്തും ഈ വാട്സപ്പിൻ്റെ ഇൻസ്റ്റയുടെ യുഗത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് പ്രൊഫറ്റ് ഓഫ് മേഴ്സി, പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ആ ചോദ്യമാണ് പ്രസക്തം. എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് ലോകം മറുപടി പറയേണ്ടത് എന്താണ്? 341 ഫോളോവേഴ്സുള്ള യൂട്യൂബിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനായിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം എങ്ങനെയാണ് നഖം വെട്ടിയത്? അദ്ദേഹം ഏത് ദിശയിലേക്ക് ചെരിഞ്ഞിട്ടാണ് രാത്രി കിടക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി പോലും അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കേണ്ട കാര്യം അവരുടെ ഫോളോവേഴ്സിനില്ല. പക്ഷെ മുഹമ്മദ് മുസ്തഫാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ഫോളോ ചെയ്യുന്ന ഒരു ജനത എങ്ങനെയാണ് പരിശുദ്ധ റസൂൽ ഭക്ഷണം കഴിച്ചത് എന്ന് പഠിക്കുകയാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധ റസൂൽ കിടന്നുറങ്ങിയത് അത് പഠിക്കുകയാണ്. വീട്ടിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഹൗസ് വാമിങ്ങിന്റെ മുമ്പ് തന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറെ കൊണ്ടുവന്ന് എൻ്റെ ബെഡ്റൂമിന്റെ ബെഡിന്റെ ഷേപ്പ് ഇങ്ങനെയാവണം, ചെരിഞ്ഞു കിടക്കേണ്ടത് ഈ ദിശയിലേക്ക്, ഞങ്ങൾക്ക് സുന്നത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂലിനെ പഠിച്ചുപോയ ഒരു യുവാവും അദ്ദേഹത്തിന്റെ ഭാര്യയായ യുവതിയും വീട് നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളോട് ശാഠ്യത്തോടുകൂടെ ഒരു പ്രതിജ്ഞ പോലെ പറയുകയാണ്, ഇതല്ലയോ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഫോളോവേഴ്സിന്റെ പ്രത്യേകത? അപ്പൊ ആ ഫോളോയിങ് സിസ്റ്റം ലോകത്ത് ഇന്ന് എവിടെ നടക്കുന്നില്ലല്ലോ. അത് പരിശുദ്ധ ഹബീബിൽ മാത്രമാണല്ലോ നടക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവിതം പരിവർത്തനമാണ്. ആ പരിവർത്തനത്തെ സൂക്ഷ്മമായിട്ട് വളരെ ലളിതമായിട്ട് നമ്മൾ ചിന്തിക്കുക, എങ്ങനെയുള്ളൊരു ജനതയാണ് റസൂലുള്ളാഹിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത്? മുഴുകുടിയന്മാർ, മൂക്കറ്റം കുടിക്കുന്ന ആൾക്കാർ, ബാപ്പാക്ക് വാറ്റുചാരായി ഉണ്ടാക്കി കൊടുക്കുന്നത് മക്കളാണ്. അതിലവർക്ക് യാതൊരു മാനഹാനിയില്ല, അതൊരു അഭിമാനത്തോടു കൂടെ കാണുകയാണ് അവർ. എൻ്റെ വാപ്പ നല്ല വാറ്റുചാരായം, നല്ല നുരഞ്ഞു പൊങ്ങുന്ന വീര്യമുള്ള വീഞ്ഞ്
സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളാണ് എന്ന് ഒരു അഭിമാനത്തോട് കുലമഹിമയോടുകൂടെ പിതാവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് മകൻ ഇസ്സത്തോടുകൂടെ പറയുന്ന ഒരു യുഗം. ആ യുഗത്തിൽ മരിക്കാൻ വേണ്ടിയിട്ട് മരണശയ്യയിൽ പോയിട്ട് കിടക്കുന്ന പിതാവ് മക്കളെ വിളിച്ചിട്ട് വസിയത്ത് പറയുന്ന എന്താണ്? മക്കളെ, നിങ്ങളുടെ വാപ്പ ഇത്ര കാലം മദ്യവും നുണഞ്ഞത് നമ്മുടെ വീട്ടുമുറ്റത്തെ മുന്തിരിക്കുലയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വാപ്പ നനച്ചുണ്ടാക്കിയ നനച്ചു തളിർത്ത് തരളിതമായ മുന്തിരി വള്ളി വാപ്പാനോട് ഒരുപാട് കടപ്പാട് അതിനോട് വാപ്പാക്കുണ്ട്. അതുകൊണ്ട് ഇദാമിത്തു ഫദ്ഫന്നീ ഇലാ ജംബി കർമതീ. ബാപ്പ മരിക്കാൻ കിടക്കുകയാണ്, ബാപ്പാന്റെ രോഗം കലശലാവുകയാണ്, ബാപ്പ അന്ത്യനിദ്രയിലേക്ക് വഴുതാൻ പോവുകയാണ്. ബാപ്പ അങ്ങനെ മരിച്ചുപോയാൽ ബാപ്പാന്റെ ഒടുക്കത്തെ വസിയ്യത്ത് മക്കൾ കേൾക്കണം. ഇദാമിത്തു, നിങ്ങളിൽ നിന്ന് ഈ പിതാവ് വിട പറഞ്ഞു പോയാൽ ഫദ്ഫന്നീ, എന്നെ നിങ്ങൾ ദഫ്ന് ചെയ്യണം, എന്നെ നിങ്ങൾ കുഴിച്ചു മൂടണം. ഇലാ ജംബി കർമതി, നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് തന്നെയുള്ള മുന്തിരി വള്ളിയുടെ വേരിന്റെ ചോട്ടിൽ തന്നെ എനിക്കുള്ള 6 അടി മണ്ണിനുള്ള കുഴി നിങ്ങൾ വെട്ടണം, അവിടെ എന്നെ കുഴിച്ചു മൂടണം, അവിടെ എന്നെ മറവ് ചെയ്യണം. എന്തിനാണ് ഉപ്പ നിങ്ങൾ അങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ച മക്കളോട് പിതാവിന്റെ അവസാനത്തെ മൊഴി തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖഹാ. ഞാൻ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആ മുന്തിരി പള്ളിയുടെ വേരിന്റെ താഴെയാണ് ഞാൻ കിടക്കുന്നത്. ആ വേരിലൂടെ എൻ്റെ 6 അടി മണ്ണിലേക്ക് ഇറ്റിറ്റ് വീഴുന്ന ജലഗണികകളെ മദ്യമാണ് എന്ന് സങ്കല്പിച്ചിട്ട് എനിക്ക് അവിടെയും കിടക്കാനാണ്. അതുകൊണ്ട് എൻ്റെ മുന്തിരി വള്ളിയോട് എനിക്ക് അധമ്യമായ കടമയുണ്ട്, കടപ്പാടുണ്ട്. ഇത്ര കാലം നിങ്ങളുടെ ബാപ്പ മദ്യപിച്ചത് ഈ ഒരൊറ്റ മുന്തിരി വള്ളി കാരണമാണ്. വേറെ ഉപകാരപ്രദമായ ഒരു വസിയത്തും ഒരു പിതാവിന് പറയാനില്ലാത്ത ഒരു തറവാടിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ബൈത്ത് നമുക്കത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ചുറ്റോടിറ്റും മക്കൾ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് ബാപ്പ പറയാണ്, ബാപ്പ മരിച്ചാലും മദ്യത്തോടുള്ള ആസക്തി വർജിക്കൂല. അതല്ല ഇപ്പൊ ഈ കവിതയുടെ ഒക്കെ അർത്ഥം, ആശയം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രമേൽ മദ്യത്തിൽ ആസക്തരായി പോയ ഒരു ജനത, ബാപ്പയും കണക്ക് മക്കളും കണക്ക് കുടുംബം, ആ സകലം ദുർനടപ്പ്, ആ ദുർനടപ്പുകാരായ ഒരു ജനതയുടെ മുമ്പിലേക്ക് അവിടെ പിന്നെ ഒരു തിന്മ ചെയ്യാന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം തിന്മ സാർവത്രികമായി, നന്മക്ക് അവിടെ ഒരു സ്കോപ്പില്ല. അതുകൊണ്ട് അവരുടെ കൽബിൽ വെളിച്ചല്ല, അവരുടെ ആരുടെയും ഹൃദയത്തിൽ വെളിച്ചല്ല. ഈ വെളിച്ചം പ്രകാശം ഉള്ളിക്ക് വരുമ്പോഴാണല്ലോ പെങ്ങളായി കാണാൻ കഴിയുക. അല്ലെങ്കിൽ അവളെ ഒരു പെണ്ണായി കാണുള്ളൂ. പെണ്ണായി കാണുമ്പോൾ പിന്നെ അവിടെ ചാരിത്രം ധ്വംസിക്കപ്പെടും, അവിടെ ജീവിതത്തിൻ്റെ അച്ചടക്കങ്ങളുടെ മതിൽക്കെട്ടുകളൊക്കെ പൊളിഞ്ഞു വീഴും. അത് സുലഭമായിട്ട് ആ നാട്ടിൽ നടന്നു. പേക്കൂത്തായിരുന്നു, നായകനില്ലാപ്പട നായപ്പട എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് വാണിദാസ് എളയാവൂർ എന്ന് പറയുന്ന മലയാളിയായ സൈദ്ധാന്തികൻ, ബുദ്ധിജീവി, പ്രവാചക തിരുമേനിയെ നിയുക്തമായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയോഗത്തെപ്പറ്റി ഒരു പദപ്രയോഗം നടത്തിയത്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വായിക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത്, മരുപ്പറമ്പിനെ മലർവാടിയാക്കി മാറ്റിയ നായകൻ. മരുപ്പറമ്പിൽ മഴ പെയ്യാറില്ല, അതിങ്ങനെ തപിച്ച് ഊഷരമായി വരണ്ട് അതിങ്ങനെ വേരുറച്ചിങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു സസ്യം മുളക്കുക വളരെ ദുഷ്കരമാണ്, നനവില്ല. അത് തന്നെയാണ് കാരണം. അങ്ങനെ മരുപ്പറമ്പിനെ മലർവാടിയാക്കണമെങ്കിൽ എത്ര സസ്യങ്ങൾ അവിടെ നട്ടു വളർത്തണം, എത്ര പൂക്കൾ അവിടെ പുഷ്പിക്കണം, എത്ര വസന്തം അവിടെ വേരൂന്നണം. അതാണ് വസന്തം വന്നു. ആ ഇളം കുരുന്നിൻ്റെ തേനൂറും ചിരിയിലെന്നാമിനറിഞ്ഞില്ല വൈദവ്യ ദുഃഖം പോലും. നബിയാം തിരുമേനി മർത്യനെ പഠിപ്പിച്ച മാനവ സ്നേഹത്തിൻ്റെ പല്ലവി ജനിക്കുന്നു. വീരിയും സൗഹാർദ്ദത്തിൻ മഞ്ഞപ്പൂങ്കുല ചൂടി ചിരിച്ചീതറബ്യതൻ മണൽ കാടന്നാദ്യമായി.
നടരാജൻ എന്ന് പറയുന്ന കവി, യശശരീരനായ കവി, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പൂജാതനായതിനെ പറ്റി വളരെ മനോഹരമായിട്ട് മലയാള ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. വിരിയും സൗഹാർദ്ദത്തിൻ മഞ്ഞ പൂങ്കുല ചൂടി ചിരിച്ചീത് അറേബ്യാത്തൻ മണൽക്കാട്. അന്ന് ആദ്യമായി അറേബ്യയുടെ മണൽക്കാട് അന്ന് ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അങ്ങനെ ദുഷ്കരമായിരുന്ന ഒരു ജനതയെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. കാരണം ആ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് മദ്യാണ്, അവർക്ക് പെണ്ണാണ്, അവർക്ക് യുദ്ധമാണ്, അത് മാത്രമാണ് അവരുടെ ജീവിതത്തിൻ്റെ ലാക്ക്. അങ്ങനെ അതുമാത്രം ലാക്കാക്കിയ ഒരു ജനതയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, തൗഹീദിലേക്ക് കൊണ്ടുവരിക, അക്രമത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക, മദ്യം വർജിക്കാൻ അവരോട് ബോധവൽക്കരണം നടത്തുക, അവർക്ക് പരിസ്ഥിതി ബോധം ഉണ്ടാക്കുക, അവർക്ക് പെണ്ണിന് പരിശുദ്ധിയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. എന്തൊക്കെ പ്രക്രിയകൾ നടക്കണം. ഇത് മുഴുവൻ വിത്തിൻ 23 years അല്ലേ? നെൽസൺ മണ്ടേല പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ചു. മദർ തെരേസ ആയുസ് മുഴുവൻ പ്രവർത്തിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയുസ് മുഴുവൻ പ്രവർത്തിച്ചു. വങ്കാരി മത്തായി മുഴുവൻ പ്രവർത്തിച്ചു. മാർട്ടിൻ ലൂതർ കിങ് ഒരുപാട് പരിവർത്തനങ്ങൾ ലോകത്തുണ്ടാക്കി. ഇവരൊക്കെ പറഞ്ഞു, ഈ വിപ്ലവകാരി 23 വർഷം കൊണ്ട് ഉണ്ടാക്കിയ പരിവർത്തനം ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഏതൊരു ജനതയെയാണ് പരിശുദ്ധ നബിയെ അങ്ങ് മാറ്റിയെടുത്തത്. സാലാറകാറവാഹേ മീരേ ഹിജാസ് അപ്യാം ഉസ് നാം സേ ഹേ ബാഖി നാമോ നിശാ ഹമാരാ. എന്തിനാണ് വെളിച്ചം വിരുന്ന് വന്നത് എന്നൊരു കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, ഉമ്മയോട് ചോദിക്കുകയാണ്. എന്തിനാണ് പ്രകാശമുണ്ടായത് എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. തിരുനബി എങ്ങനെയായിരുന്നു എന്ന ചോദ്യം ചോദിക്കുന്നവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനാണ് അല്ലാഹു വെളിച്ചത്തെ പടച്ചത് എന്ന്. തേരെ സൂറത്ത് കേലിയേ ആയാ ഹേ സൂറാ നൂർ കാ. അങ്ങയുടെ രൂപം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു വെളിച്ചത്തെ തന്നെ പടച്ചത് നബിയേ. ഷമ്മദിൽ മിഷ്കാത്ത് തൻ സീനാ സുജാജാ നൂർ കാ. തേരെ സൂറത്ത് के लिए आया है सूरा नूर का. അപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രത്യേകത മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അത് പ്രത്യേകതയുടെ ഒരു പ്രതീകമാണ്. അത് വല്ലാത്തൊരു പ്രഭാവമാണ്. അത് സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് കടന്നുപോയ ഒരു മനുഷ്യത്വത്തിന്റെ പ്രതിരൂപമാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മുഹമ്മദുൻ താജു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാൻ? അത് ലോകത്തിന്റെ നേതാവാൻ, സർവചരാചരങ്ങളുടെയും കാരണക്കാരനാൻ. അതുകൊണ്ട് അവിടുത്തെ നിറത്തിന് പ്രത്യേകത, അവിടുത്തെ ശരീരത്തിന് പ്രത്യേകത, അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറംതള്ളിയ, അവിടുന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി കടന്നുപോയപ്പോ പോലും പ്രത്യേകതയുണ്ടായി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാം ശ്രദ്ധിക്കുന്ന സഹധർമ്മിണിയായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ബീബി അത്ര ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹിന്റെ ഭാര്യാ പദവിയിലേക്ക് കയറി വന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു മധുര 17കാരിയായ പെൺകുട്ടി വിവാഹ പ്രായത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവി വിധവയാൻ, ഭർത്താവ് പറഞ്ഞു പോയ ഉമ്മുൽ മുഅ്മിനീനാൻ. പിന്നെ അങ്ങോട്ടൊരു പ്രയാണമാണ്, പിന്നെ അങ്ങോട്ടൊരു ചൈത്രയാത്രയാണ്. ഇസ്ലാം പഠിപ്പിക്കാൻ പിന്നെ ആയിഷ ബീവിയാൻ, മതം പഠിപ്പിക്കാൻ പിന്നെ ആയിഷ ബീവിയാൻ, സംസ്കാരത്തെ കുടിയിരുത്താൻ പിന്നെ ആയിഷ ബീവിയാൻ. അതുകൊണ്ട് ആയിഷ ബീവിയിലൂടെ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ഒരു കുഞ്ഞിനെ പോലും നൽകിയിട്ടില്ല. പക്ഷെ ഒരുപാട് ഇൽമുകൾ, റസൂലുള്ളാഹിന്റെ കൂടെയുള്ള അനുഭവങ്ങൾ, ഒരുപാട് വഹയിന്റെ അർത്ഥങ്ങൾ, ഒരുപാട് ലക്ഷക്കണക്കിന് ഹദീസുകൾ
ആയിഷ ബീവി ഇങ്ങനെ മനഃപ്പാഠമാക്കിയിട്ട് ശിഷ്ടകാല ജീവിതം ആ ഇൽമിലായി, പ്രബോധനത്തിലായി, അറിവ് പകർന്നു കൊടുക്കുന്നതിനായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്ന ഒരു സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഖലായിലേക്ക് പോയി. ഖലായിലേക്ക് പോകണതിനാണ് ഖൽവത്തുക്ക് പോകുന്ന പ്രക്രിയയാണല്ലോ ഈ ഖലാക്ക് പോവുക. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിജനത, ശൂന്യമായ പ്രദേശത്ത്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, നമ്മുടെ നാടുകളിലും അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം പോയിട്ട് വീടിൻ്റെ പരിസരത്ത് പോലും ഒരു വാഷ്റൂം, ഒരു പ്രാഥമിക കർമ്മ നിർവഹണത്തിനുള്ള ശൗചാലയങ്ങൾ വളരെ വിരളമായ ഒരു ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി കണ്ടുപോയ ഒരു ബാല്യകാലമൊക്കെ ഇവിടെ ഇരിക്കുന്ന തലനിരച്ചുപോയ നമ്മുടെ കാരണന്മാരുടെ ശൈശവ ദശകളിലൊക്കെ കടന്നുപോയിട്ടുണ്ട്. അതൊന്നും പുതിയ തലമുറക്ക് അറിയൂല. പുതിയ തലമുറയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കൊയിലാണ്ടി അങ്ങാടിക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അൽഫാമിന് അൽഫഹം, ഷവായക്ക് ഷവായ, തന്തൂരിക്ക് തന്തൂരി, ഷവർമ്മക്ക് ഷവർമ്മ, അല്ലേ? എല്ലാം സുലഭമായി ആധിക്യം കൊണ്ട് പൊറുതിമുട്ടുന്നൊരു കാലമാണല്ലോ നമ്മൾ. ആ കാലത്താണല്ലോ നമ്മൾ, അല്ലേ? ഇല്ലായ്മ കൊണ്ട് പൊറുതിമുട്ടുക അതില്ലല്ലോ ഇപ്പോൾ. പണ്ടൊക്കെ ഈ ഇടവപ്പാതി മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്ന കർക്കിടകത്തിൻ്റെ മാസത്തിന് തന്നെ നമ്മളെ പഴമക്കാർ പറയുന്നൊരു പേരുണ്ട്, കള്ളക്കർക്കിടകം. കർക്കിടകം വന്നു പോയിട്ടും ഒരിറ്റു വറ്റും തരായില്ല, ഒരു വറ്റു പോലും കിട്ടിയില്ല. അത് കർക്കിടകത്തിൻ്റെ ദാരിദ്ര്യമാണ്. വെറി, ഞങ്ങളെ മലപ്പുറത്ത് അങ്ങനെ പറയാം, വെറി പിടിക്കാൻ. വെറി എന്ന് പറഞ്ഞാൽ എന്താ? വെറി എന്ന് പറയുന്നത് തന്നെ ദാരിദ്ര്യത്തിൻ്റെ ദയനീയാവസ്ഥക്കുള്ള പച്ചമലയാള പ്രയോഗമാണ്. അങ്ങനെ ആ മക്കളൊന്നും അവിടുന്ന് മാറ്റിയാൽ വലിയ ഉപകാരമായി. ലെറ്റ് ദം ഫ്രീ, അല്ലേ? കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പോയി കളിച്ചട്ടെ, നമുക്കിവിടെ കാര്യം പറയില്ലേ, ഓല് കളിയിലല്ലേ, അവരവരെ ലോകത്താണ്. ഇപ്പം പറഞ്ഞാലിപ്പോൾ അവർക്ക് മനസ്സിലാവും, 2 മിനിറ്റ് ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ഓല് വർത്താനം തുടങ്ങും. നമ്മളെ കോൺസെൻട്രേഷൻ ഇങ്ങനെ പോവല്ലേ. കുട്ടികളാണെങ്കിൽ ചില മിക്ക സാഹസിലും അങ്ങനെ തന്നെ മുന്നിലെ സഫിൽ വന്ന് ഇരിക്കും ചെയ്യും. കുട്ടികളാണ്, കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഗ്രൗണ്ടിൽ പോയി കളിക്കട്ടെ. നമ്മൾ ഈ കാരണന്മാരും അതുപോലെ തന്നെ മുതിർന്നവർ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഒരു റബീഹിൻ്റെ മുറ്റത്ത്. ഞാനിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് പറയില്ല കേട്ടോ, ഇവിടെ വളരെ കുറവാണ്, മക്കളെ അടുത്തുനിന്നുള്ള പ്രത്യാക്രമണങ്ങൾ വളരെ കുറവാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിയൂല, മനസ്സിൽ പറയാനുണ്ടാകും. ഈ ഇരിക്കണ ശ്രോതാക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ നല്ല പൂതി ഉണ്ടാവും, മക്കളെ ശബ്ദം അനുവദിക്കൂല. ഓക്കെ, കം ടു ദി പോയിന്റ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു നാടിനെ പരിവർത്തിപ്പിച്ചെടുത്തതിൻ്റെ ശൈലി അത് ലോകത്ത് ഇന്ന് ഒരു പാഠമുദ്രയാണ്, അതൊരു ചാപ്റ്ററാണ്. എങ്ങനെയാണ് ഒരു ചോര ചിന്താതെ, ഒരു കരസേനയെ പറഞ്ഞേക്കാതെ, ഒരു വ്യോമസേനയെ പറഞ്ഞേക്കാതെ, ഒരു നാവികസേനയെ പറഞ്ഞേക്കാതെ എത്ര മനോഹരമായിട്ട്, അല്ലേ? പുഞ്ചിരി അതൊരായുധം, ഹസ്തം ദാനം ചെയ്യുക അതൊരായുധം, ശ്രമം ദാനം ചെയ്യുക അതൊരായുധം, പെരുമാറ്റം അതൊരായുധം. ആ ആയുധം എടുത്തിട്ടല്ലേ പായക്കപ്പലിൽ മാലിക് ദീനാറും കൂട്ടർ ഇങ്ങോട്ട് വന്നത്. കേരളക്കരയിൽ നമുക്ക് പഴകിയ ഒരു ചിരപുരാതനമായ പണ്ടത്തെ പാട്ട് തന്നെയല്ലേ, പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് വിടമിലണഞ്ഞല്ലോ മാലിക് ദീനാറും കൂട്ടരും, സന്ദേശം കൊണ്ട് ഇസ്ലാമിൻ സന്ദേശം കൊണ്ട്. ആ പായക്കപ്പലിൽ വരുന്ന ചിത്രം, ആ 4 വരി മലയാളിക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു വാങ്മയ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ മയങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് കേരളക്കരയിലേക്ക് അവർ വന്നത്. ഈ കൊയിലാണ്ടിക്കൊക്കെ അറബ് പാരമ്പര്യം വേണ്ടുവോളം ഉണ്ടായത് അങ്ങനെയാണ്. കാരണം കേരളം ഒരു തീരപ്രദേശമാണ്. അതുകൊണ്ട് ഈ തീരപ്രദേശങ്ങളിലുള്ള പള്ളികളിലൊക്കെ പഴയ കാലത്ത് അറബികൾ ആദ്യത്തെ 4 മാസം കാറ്റ് ഇങ്ങോട്ട് വീശുന്ന സമയമാണ്. അറബ് രാജ്യത്ത് നിന്ന് കാറ്റിൻ്റെ ശൈലി, പ്രയാണം നമ്മളെ കേരളക്കരയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചു വീശുന്ന സമയമാണ് ഒരു വർഷത്തെ ആദ്യത്തെ 4 മാസം. ആ 4 മാസത്തിലാണ് അറബികൾ, സഞ്ചാരികൾ, ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള വലിയ വിദേശ സഞ്ചാരികളൊക്കെ പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ കപ്പലിൽ വലിയൊരു പായാണ്. ആ പായ ഈ കാറ്റിന് അഭിമുഖമായിട്ട് പിടിച്ചു കൊടുത്താൽ മതി. പായയുടെ മുകളിലേക്ക് കാറ്റിങ്ങനെ വന്ന് പുഷ് ചെയ്തിട്ട് ആ തിരമാലയുടെ തരംഗങ്ങൾക്ക് മുകളിലേക്കൂടെ അനായാസം അത് തീരമണയുകയാണ്. പിന്നുള്ള 4 മാസം അത് ഭയങ്കരമായിട്ട് പ്രകൃതി പ്രതിഭാസങ്ങൾ ജനിക്കുന്ന 4 മാസമാണ്. അപ്പോഴാണ് കടൽ ഉഗ്രമായി ക്ഷോഭിക്കുക.
ഈ കടൽ ക്ഷോഭിക്കുമ്പോൾ ഈ പായക്കപ്പലായിട്ട് കേരളത്തിലേക്ക് വന്ന വണിക്കുകൾ, വണിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വണിക്ക് എന്ന് മലയാള ഭാഷയിൽ പറഞ്ഞാൽ വാണിജ്യം ചെയ്യുന്ന ആൾക്കാരാണ്. വാണിജ്യം, ദൃക്ക് കാണുന്ന ആളാണ്, ദൃഷ്ടിയുടെ ഉടമയാണല്ലോ ദൃക്ക്. അതേപോലെ വാണിജ്യം ചെയ്യുന്ന ആളാണ് വണിക്ക്. അങ്ങനെ ഒരു കവിത തന്നെ ഉണ്ട് മലയാളത്തിൽ. അറബിയാം ലോക വണിക്കുകൾ അനുദിനം വന്നുപോയുള്ളൊരു കേരളം. നമ്മളെ കേരളത്തിന്റെ പ്രത്യേകത അറബിയാം ലോക വണിക്കുകൾ അനുദിനം വന്നുപോയുള്ളൊരു കേരളം. അതിലുമുപരിയായി വിശ്വപ്രശസ്തരാൽ കേളി നിറഞ്ഞ പ്രദേശമീ കേരളം. അങ്ങനെ വിശ്വപ്രശസ്തരായ ആളുകൾ മുഴുവൻ നമ്മിലേക്ക് കടന്നു വന്നത് ഈ കടലിലൂടെയാണ്. അങ്ങനെ കടലും നമ്മളെ വിദേശം തമ്മിൽ വലിയൊരു ബന്ധം, ഒരു നൂൽപ്പാലം ഉണ്ടായി. അങ്ങനെയാണ് വാണിജ്യമൊക്കെ നമ്മുടെ നാട്ടിൽ അറബ് സംസ്കാരങ്ങൾ വരെ വരുന്നത്. എത്ര ഭാഷ അതിൽ നിന്ന് ജനിച്ചു അല്ലേ? അങ്ങനെ കടല് കടന്ന് കപ്പലിൽ കയറി ഇവിടെ വന്ന് തീരമണഞ്ഞ് കേരളത്തിലൂടെ നടന്ന് തമിഴ്നാടിൻ്റെ പരിസരങ്ങളിലൂടെ നടന്നുപോയ അറബികൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പുളിങ്ങ എന്ന് പറയുന്ന നമ്മൾ ഒറ്റ വാക്ക്, ആ വാക്കിന് തന്നെയാണ്, ആ വാക്കിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ രുചി, ആ വാക്ക് തന്നെയാണ് ആ മരം, ആ വാക്ക് തന്നെയാണ് അതിൻ്റെ കായ എന്ന് പറയാറുണ്ടല്ലോ ഈ പുളി. അതിന് അറബികൾ പേരിട്ടു, ഇത് ഇന്ത്യയുടെ തമ്പ്രാൻ. നമ്മളെ നാട്ടിൽ ഇങ്ങനെ തമ്പ്ര, ഖജൂർ, ഈത്തപ്പഴാണല്ലോ ഇത്ര സുലഭമായിട്ട് ഉണ്ടാവല്. പക്ഷെ ഈ പുളിങ്ങണ്ടല്ലോ, ഇത് ഇന്ത്യയുടെ തമ്പ്രാൻ. അന്ന് അവർ കൊടുത്തൊരു അറബി നാമം തമർ ഹിന്ദ്. തമർ ഹിന്ദ് അതാണിപ്പോൾ ഇംഗ്ലീഷ് പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ക്യാച്ച് ചെയ്ത് ടാംബ്രിൻഡ്. ഇന്ന് പുളിങ്ങയുടെ ഇംഗ്ലീഷ് ടാംബ്രിൻഡാണ്. അത് അറബി നമ്മളെ നാട്ടിൽ വന്നിട്ട് നൽകിയ പേരാണ്. അങ്ങനെ വിശ്വത്തിന് ഈ നാട് ഒരുപാട് ഭാഷ സംഭാവന ചെയ്തു. സ്വന്തൽ, സാന്തൽ, ചന്ദനം, അങ്ങനെ അറബി. പിന്നെ നമ്മളെ കോടതി വ്യവഹാരങ്ങൾ, ഇവിടെ കൊയിലാണ്ടി കോടതി തന്നെ പോയി നോക്കിയാൽ മുഴുവൻ അറബി വാക്കല്ലേ. വസൂലായി, വസീലായി, വക്കീല്, റദ്ദ്, കോടതി, പിന്നെ ഇതുപോലെ തന്നെ ജില, ജില്ല എന്നുള്ള വാക്ക് പോലും ജില അല്ലേ. അങ്ങനെ എത്ര വാക്കുകൾ. തഹസീൽദാർ, തഹസീലുള്ള ആള്, തഹസീൽദാർ, ഇത് മുഴുവൻ അറബി വാക്കുകളാണ്. അങ്ങനെ ഒരു വലിയൊരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിൽ. അപ്പം ആ പാരമ്പര്യം. അപ്പം ആ രണ്ടാമത്തെ 4 മാസം കടൽ നന്നായി ക്ഷോഭിക്കുന്ന സമയമാണ്. അപ്പം അവർ നങ്കൂരട്ട്, അവരുടെ ഈ ബോട്ടൊക്കെ, ഈ പായക്കപ്പലൊക്കെ നങ്കൂരട്ടിട്ട് പള്ളിയിലേക്ക് കയറി. അതുകൊണ്ടാണ് ഈ കോസ്റ്റൽ സൈഡിലുള്ള പഴയ കാലത്തെ പല പള്ളികൾക്കും ഇപ്പോഴും ഉണ്ടൊരു പള്ളി ഇവിടെ നമ്മളെ വടകര എത്തണ്ട, അതിൻ്റെ അടുത്തൊരു കോട്ടക്കലുണ്ട്. ആ കോട്ടക്കലിൽ ആ കോസ്റ്റൽ സൈഡിൽ ഒരു മനോഹരമായ പള്ളിയുണ്ട്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി പോയി. അതിൻ്റെ ഭിത്തിയിൽ മുഴുവൻ അറേബ്യൻ കാവ്യങ്ങൾ മനോഹരമായിട്ട് ഇപ്പോഴും എഴുതി വെച്ചത് കാണാൻ കഴിയും. അങ്ങനെ വലിയ സമ്പന്നമായ സംസ്കാരം നമുക്കുണ്ടായി. പിന്നെ ഒരു കൊല്ലത്തിൽ 8 മാസം ഇപ്പോൾ കഴിഞ്ഞു. ഇനിയുള്ള 4 മാസം, അവസാനത്തെ 4 മാസം അത് തിരിച്ച് അങ്ങോട്ട് കാറ്റ് വീശുന്ന സമയമാണ്. അപ്പോൾ അവർ ഈ പായക്കപ്പലിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാൻ. അങ്ങനൊരു ആശയവിനിമയം കേരളമായിട്ട് രൂപപ്പെടുകയാണ്. ആ മാലിക് ദീനാറും അനുയായികളും കേരളത്തിൽ വന്നു. വെറും 12 ആളുകൾ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ. അവരുടെ കയ്യിൽ സ്റ്റേജില്ല, അവരുടെ കയ്യിൽ മൈക്കില്ല, അവരുടെ കയ്യിൽ ആയുധമില്ല, അവരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഇല്ല, അവരുടെ കയ്യിൽ മോഡേൺ വെപ്പൺസ് ഇല്ല, അവരുടെ കയ്യിൽ അശ്വാരൂഢന്മാരില്ല, അവരുടെ കൂടെ അംഗരക്ഷകരില്ല, സൈന്യങ്ങളില്ല, പരിവാരങ്ങളില്ല. വെറും 12 ആളുകൾ അവർ കേരളത്തിൽ വന്നിട്ട് ആ 12 ആളുകൾ മന്ദഹസിച്ച്, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്, ആശ്ലേഷിച്ച്, സ്വഭാവത്തിലൂടെ ജീവിച്ച്, ഖുലുഖ് കൊണ്ട്, കൽബ് കൊണ്ട് ജീവിച്ചിട്ട് ഇന്ന് ആ 12ൽ നിന്ന് കേരളത്തിൽ ഈ മദാനിയായികളുടെ അംഗസംഖ്യ 87 ലക്ഷത്തിൻ്റെ അടുത്താണ്. ഈ കർട്ടൻ്റെ അപ്പുറത്തിരിക്കുന്ന 100 കണക്കിന് ഉമ്മമാർ ഇവിടെ ഉണ്ട്. ഒരു സ്ത്രീ അന്ന് വന്ന കപ്പലിലുണ്ടായിരുന്നു, ഒരു പെണ്ണ് പോലും ആ കപ്പലിലില്ലായിരുന്നു. പിന്നെ പിറ്റത്തെ മാസം സൗദി അറേബ്യയിലേക്ക് പുതിയ ഷിപ്പ് പറഞ്ഞയച്ചിട്ട് അവിടുന്ന് സ്ത്രീകളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നോ, അതും ചരിത്രത്തിലില്ല. എങ്ങനെ രൂപാന്തരപ്പെട്ടതാണ് ഇത്? മനുഷ്യരാശിക്കിടയിൽ വളർന്നുപോയ അസുബിയത്ത്, ജാതീയത.
അങ്ങനെ വലിയ വീർപ്പുമുട്ടലുകളൊക്കെ ഉണ്ടായപ്പം കുറച്ച് ആളുകൾ വരികയാണ്. അവരുടെ ലൗൻ, അവരുടെ നിറം അസ്ഹർ ലൗൻ, പ്രവാചക തിരുമേനിയുടെ അതേ നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആളുകൾ. അന്ന് കേരളത്തിൽ വലിയ ജാതീയതയാണ്. നീ ആ നിറം, ഞാൻ ഈ നിറം, നീ അവർണൻ, ഞാൻ സവർണൻ, നീ ശൂദ്രൻ, ഞാൻ ബ്രാഹ്മണൻ. അങ്ങനെ പല ഭാഷയാണ് കേരളത്തിൽ. അത്ര അവാന്തര വിഭാഗങ്ങൾ ഈ നാട്ടിലില്ല. അത്രയും രൂക്ഷമായ അധിനിവേശം, നിറത്തിൻ്റെ അധിനിവേശം. ശൂദ്രനായ ദളിതനായ മനുഷ്യൻ വലിയ തമ്പ്രാന്റെ വീട്ടിൽ വന്നിട്ട് തോട്ടം കൊത്തുമ്പോൾ അവന് കൂലി ഒരു നേരത്തെ കഞ്ഞിയാണ്. ഈ കഞ്ഞി എങ്ങനെയാ? നേരെ തൊടിയിൽ പോയിട്ട് തമ്പ്രാന്റെ വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് തൂമ്പ എടുത്തിട്ട് കൈക്കോട്ടെടുത്തിട്ട് കൊത്തിയിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ തേക്കിൻ്റെ ഇല വിരിച്ചിട്ട് അതിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കുക. പച്ച മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ട് പ്ലാവിൻ്റെ ഇല കൊണ്ട് കുമ്പിള് കുത്തിയിട്ട് കയ്യിലുണ്ടാക്കിയിട്ട് ആ കയ്യിൽ കൊണ്ട് ഈ ദളിതൻ ഇത് കുടിക്കണം, ശൂദ്രൻ ഇത് കുടിക്കണം. കാരണം അവൻ നമുക്ക് അശുദ്ധമാണ്. നമ്മൾ അടുക്കളയിലെ പാത്രം കൊടുത്താൽ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. നോക്ക് നിങ്ങൾ, ഈ നിയമത്തിൽ പൊറുതിമുട്ടിയ ഒരു ജനതയുടെ മുമ്പിലേക്ക് അസ്ഹർ ലൗൻ, വെളുപ്പ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ട് കാണുന്നവരെ മുഴുവൻ ഹഗ് ചെയ്യാൻ, ആശ്ലേഷിക്കാൻ. ഈ കൂട്ടിപ്പിടുത്തത്തിൽ ഇങ്ങോട്ട് അതിൻ്റെ ചൂടും ചൂരും അനുഭവിച്ച പാവപ്പെട്ട അവർണൻ എന്ന് മുദ്ര കുത്തപ്പെട്ട താഴ്ന്ന ജാതിക്കാരൻ മാലിക് ദീനാറിൻ്റെ അനുയായികളുടെ ഊഷ്മളമായ ആശ്ലേഷത്തിൽ അറിയാതെ ആശ്ചര്യം കൊണ്ടിട്ട് ചോദിച്ചുപോയി, ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരല്ലയോ? ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരല്ലയോ? അപ്പൊ പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ ഒറ്റ സഫിൽ ഞങ്ങളെ നിർത്തിയ നേതാവ് വലത്താരാൻ കറുത്തവൻ, ഇടത്താരാൻ വെളുത്തവൻ, സവർണൻ, അവർണൻ, പണ്ഡിതൻ, പാമരൻ, എല്ലാവരും ഒരു സഫിൽ. എന്നിട്ട് പറയും, മെഹ്റാബിലേക്ക് കയറി നിന്ന ഞങ്ങളുടെ ഇമാം സവ്വു സുഫൂഫക്കും, നിങ്ങളുടെ മടമ്പുകളൊക്കെ നിങ്ങൾ ശരിയാക്കണം. വസദ്ദുൽ ഖലൽ, പിന്നെ വിടവുണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഷോൾഡർ ഇങ്ങനെ ഉരമ്മി നിൽക്കണം, മടമ്പ് ഇങ്ങനെ തൊട്ട് നിൽക്കണം. എല്ലാ വർണ്ണാശ്രമ ധർമ്മവും പമ്പ കടക്കാൻ, നിസ്കാരത്തേക്ക് തക്ബീർ കെട്ടാൻ, അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഒരു അമല് ആദ്യം നമുക്കിടയിൽ ഐക്യം വേണമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കിടയിൽ അനൈക്യങ്ങളില്ല, അസബിയത്തില്ല. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പ്രഖ്യാപിക്കുകയാണ്, ലൈസ മിന്നാ, എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല, മൻ ദആ ഇലൽ അസബിയ, ജാതീയതയിലേക്ക്, വംശീയതയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾ, അവരെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തൂല. അവർക്ക് എൻ്റെ സംസ്കാരത്തിൽ നിന്ന് പുറത്തു പോവാം, അവരും ഞാനും ബന്ധമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെയാണ്. എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം, ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് വളരുന്നത്? ഒരു വെപ്പൺസും അല്ല, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, 6-ാം വയസ്സിൽ ആമിന ബീബിയാണ്ട് പോവാൻ, ജനിച്ചു വീഴുമ്പോൾ അബ്ദുൽ മുത്തലിബ്, മൗലൂദ് കിതാബിൽ കാണാലോ, സമ്മൈതുഹു മുഹമ്മദ, ഞാൻ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. അബ്ദുൽ മുത്തലിബ് എളാപ്പ ഈ പേര് ഇടുന്നതിൻ്റെ മുമ്പ് അള്ളാഹു ഈ കുട്ടിക്ക് കൊടുത്തൊരു പേരുണ്ട്, യത്തീം. യത്തീം, അനാഥൻ. കാരണം എന്താ? ഒരു ലേബർ റൂമിലേക്ക് കയറുന്ന പെണ്ണിൻ്റെ അകത്തുള്ള ആശ്വാസം എന്താ? കടിഞ്ഞൂൾ പേറിൻ്റെ നൊമ്പരവും വേദനയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഈ കുഞ്ഞിങ്ങോട്ട് പുറത്തു വന്നാൽ ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ എനിക്കൊരു ഭർത്താവുണ്ടല്ലോ, ഈ കുഞ്ഞിനൊരു പിതാവുണ്ടല്ലോ എന്ന ആശ്വാസമാണ് ഇന്നും നമ്മളൊക്കെ പെങ്ങന്മാർക്കുള്ളത്. അതില്ലല്ലോ. ആമിന ബീവി ഗർഭിണിയാകുമ്പോൾ തന്നെ വിധവയാണ്. പിന്നെ ആമിന ബീവി വൈധവ്യ ദുഃഖം. വൈധവ്യ ദുഃഖം എന്ന് പറഞ്ഞാൽ വിധവയായതിൻ്റെ ദുഃഖം, വൈധവ്യ ദുഃഖം, വിധവയായതിൻ്റെ സങ്കടം ആമിന ബീവിക്ക് ഇല്ലാതായത് എങ്ങനെയാണ്? നൈസുമാര്, വയറ്റാട്ടിമാര്, അന്നത്തെ പ്രേറെടുക്കുന്ന പ്രസവ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്ന കൂട്ടിരിപ്പുകാരായ സ്ത്രീകള് ഈ കുഞ്ഞിനെ ആമിന ബീവിയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭൂമിയിൽ ജാതനായ ആ നവജാത ശിശുവിനെ തുടച്ച് ആമിന ബീവിക്കേട് കാണിച്ചു കൊടുക്കുക. അപ്പോ കവി ഇക്കിരി കൃഷ്ണൻ മലയാളിക്ക് പറഞ്ഞു തരാണ്, ആ ഇളം കുരുന്നിൻ്റെ
തേനൂറും ചിരിയിലെന്നാമിന അറിഞ്ഞില്ല വൈദവ്യ ദുഃഖം പോലും. വിധവയായതിൻ്റെ വൈദവ്യ ദുഃഖം ആമിന ബീവി അറിയാതെയായത് എങ്ങനെയാണ്? ആ ഇളം കുരുന്നിൻ്റെ തേനൂറും ചിരിയിലെന്നാമിന അറിഞ്ഞില്ല വൈദവ്യ ദുഃഖം പോലും. എത്ര ഹൃദ്യമായ വരികളാണ് ഇതൊക്കെ. അപ്പൊ ആമിന ബീവി പിന്നെ സന്തോഷിക്കാൻ, അങ്ങനെ ജനിച്ചപ്പോഴേ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളുമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ എണീറ്റ് വരില്ലേ, ആ ഒരു ജനതയുടെ മുമ്പിലേക്ക് വന്ന് പിന്നെ അവരെ വീണ്ടെടുപ്പ് നടത്തുക. അവർ കാണുക ഒരു രീതിയിലുള്ള അരുതായ്മയും കാണുന്നില്ല അവിടുത്തെ ജീവിതത്തിൽ. അനസ് എന്ന് പറയുന്ന സ്വഹാബി പറയാൻ, എന്റെ പ്രവാചകന് ഞാൻ സർവന്റായിട്ട് സേവകനായിട്ട് 10 കൊല്ലം ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്തു. വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ പുറത്തും റസൂലുള്ളാഹിന്റെ ഖാദിമായി നിൽക്കാൻ 10 കൊല്ലം എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പൊ സ്വഹാബിയുടെ ഒരു സൗഭാഗ്യം എത്രയാണ്! റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ പിടിക്കല്ലേ, 1,24,000 പരം വരുന്ന സഹാബത്തിൻ്റെ ഇടയിൽ കുൻതു റദീഫൻ നബി, ഞാൻ പുണ്യനബിയുടെ പിന്നിൽ, ഒട്ടകത്തിൻ്റെ പിന്നിൽ റസൂലുള്ളാഹിൻ്റെ നേരെ ബാക്കിൽ ഞാനായിരുന്നു. എൻ്റെ കൈ പുണ്യനബിയുടെ ശരീരത്തിൽ സ്പർശിച്ചു. കുതിരയുടെ മുകളിൽ പോയപ്പോൾ ഞാൻ റസൂലുള്ളാഹിൻ്റെ പിന്നിലായിരുന്നു എന്ന് ഈ ശൈലിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 40ഓളം സഹാബിമാരുണ്ട്. എന്ത് കുൻതു റദീഫൻ നബി, ആ യാത്രയിൽ റസൂലുള്ളാഹിനെ തൊട്ടുരമ്മി ഇരിക്കാൻ എനിക്കാണ് ഭാഗ്യം കിട്ടിയത്. അതൊരു ഊറ്റമല്ലേ, അതൊരു ഭാഗ്യല്ലേ? ആ സഹാബികൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞങ്ങൾ റസൂലുള്ളാഹിനെ ചാരിയ ഞങ്ങളുടെ കമീസ് വീട്ടിൽ കൊണ്ടുപോയി ഹാങ് ചെയ്തു. എത്രയോ ദിവസങ്ങളോളം അതിൻ്റെ സുഗന്ധം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അലയടിച്ചു, വീശിയടിച്ചു. റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് എൻ്റെ കയ്യിനെ ഞാൻ ചേർത്ത് പിടിച്ചു. ആ കണക്കിന് നോക്കുമ്പോ 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സഹാബി എത്ര വലിയ മനുഷ്യനാണ്. ആ സഹാബി പറയാണ്, 10 കൊല്ലം ഞാൻ വീട്ടിൻ്റെ അകത്തും പുറത്തും റസൂലുള്ളാഹിന്റെ കൂടെ രാവും പകലും ചെലവിട്ടിട്ട് എന്തിനാടാനസേ നീ ഇത് ചെയ്തത് എന്ന് ഞാൻ ചെയ്തു പോയ ഒരു പ്രവർത്തനത്തെ പറ്റിയോ, എന്തേ അനസേ നീ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ഞാൻ ചെയ്യാതെ പോയ ഒരു പ്രവർത്തനത്തെ പറ്റിയോ എൻ്റെ ഹബീബ്, എൻ്റെ യജമാനൻ എന്നോട് മൊഴിഞ്ഞിട്ടില്ല. അവിടുത്തെ കൈ കൊണ്ട് അവിടുന്ന് ഇത്ര കാലമായിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇംറഅതൻ, അവിടുത്തെ ഭാര്യന്മാരെ അടിച്ചിട്ടില്ല. വലാ ഖാദിമൻ, അവിടുത്തെ വീട്ടിലേക്ക് സേവനം ചെയ്യാൻ, ജോലി ചെയ്യാൻ കടന്നു വന്ന തൊഴിലാളികളെ, അവിടുത്തെ ഖാദിമീങ്ങളെ അവിടുന്ന് അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഒരു വാക്ക് കൊണ്ട് അവിടുന്ന് വെറുപ്പിച്ചിട്ടില്ല, ഒരു നോട്ടം കൊണ്ട് അവിടുന്ന് വെറുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അന്യായമായി ഒരു അരുതായ്മ പോലും ഞങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ ഹബീബ് ഞങ്ങളോട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ജീവിക്കാൻ, ഈ ജീവിതാണല്ലോ ജീവിതം അല്ലേ, അതാണല്ലോ എല്ലാവരും കാണുന്നത്. ആ ക്വാളിറ്റി കൊടുക്കാൻ അബൂജഹൽ വരെ പറഞ്ഞില്ലേ, അബൂജഹൽ റസൂലുള്ളാഹിന്റെ ആജന്മ ശത്രുവാണ്, ബദ്ധവൈരിയാണ്. അബൂജഹലിന്റെ വീട്ടിൽ ഒരു സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഒരു എമർജൻസി മീറ്റിംഗ് നടക്കാൻ എല്ലാവരും ഉണ്ട്. ഉത്ബ, ഷൈബ, വലീദ്, എല്ലാ ആൾക്കാരുണ്ട്. എല്ലാ കൊലകൊമ്പന്മാരെയും വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയാണ്. അബൂജഹലിന്റെ വീട്ടിലാണ്. മീറ്റിങ്ങിലെ പ്രധാന അജണ്ട എന്താ അറിയോ? മുഹമ്മദിനെ കൊല ചെയ്യണം. എങ്ങനെ കൊല്ലണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള താല്പര്യമാണ്, പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പൊ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിനെ എൻ്റെ വീട്ടിലേക്ക് വരുത്തുക, ആ വരുന്ന വഴിയിൽ നമ്മളൊരു ചതിക്കിണർ ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണാൻ നല്ല പുല്ലൊക്കെ പാകിയ ഒരു സമതലം, ഉപരിതലം, ഭൂമിയുടെ ഭൗമോപരിതലം. പക്ഷേ മുഹമ്മദ് അങ്ങോട്ട് ചവിട്ടുമ്പോൾ അത് കിണറാവണം, അതിലേക്ക് താഴ്ന്നു പോയി താഴെ വീണിട്ട് ആൾക്ക് ജീവഹാനി സംഭവിക്കണം. അഥവാ ജീവഹാനി സംഭവിച്ചിട്ടില്ലെങ്കിൽ ഭാരമുള്ള കല്ലുകളോ ആയുധങ്ങളോ ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ കിടത്തിയിട്ട് നമുക്ക് കൊലപ്പെടുത്താൻ സൗകര്യമാണ്. ഇതാണ് അബൂജഹലിന്റെ അജണ്ടയിലെ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശം. എല്ലാവരും ശരിവെച്ചു, ഓക്കെ, എഗ്രി. പക്ഷേ എങ്ങനെ മുഹമ്മദ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും? നിങ്ങൾ അവന്റെ ശത്രുവാൻ, അവൻ നിങ്ങളുടെ ശത്രുവാൻ. നഊദു ബില്ലാഹ്. ആ ശത്രുവായ ആള് പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരും?
അങ്ങനെ പറഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല, അതിന് എനിക്ക് മുഹമ്മദിനെ പറ്റി ഒരു ധാരണ ഉണ്ട്, അത് നിങ്ങൾക്കും ഉണ്ട്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ അബുൽ ഹക്കമായ അബൂജഹൽ പറഞ്ഞു, ഞാൻ 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. അപ്പം ഇറങ്ങാതിരിക്കുമ്പം മുഹമ്മദ് എന്നെ തിരക്കി വരും, ചോദിക്കും അബൂജഹൽ എവിടെ, അബുൽ ഹക്കം എവിടെയാണ്. അപ്പം നിങ്ങൾ പറയാ ഹുവ മരീയം, ആള് രോഗിയാണ് എന്നറിഞ്ഞാൽ മുഹമ്മദിനൊരു സ്വഭാവമുണ്ട്, അത് ശത്രുവായാലും മിത്രമായാലും ഏത് രോഗിയെയും വിതൗട്ട് എനി കണ്ടീഷൻ മുഹമ്മദ് വിവരം അറിഞ്ഞാൽ വീട്ടിലെത്തി സന്ദർശിക്കും. അത് മുഹമ്മദിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. നോക്കൂ നിങ്ങൾ, ആ ശത്രുത അംഗീകരിക്കാൻ. അപ്പം അവരെല്ലാവരും അത് പറഞ്ഞു. പക്ഷെ ആ സംഗതി നടന്നില്ല. അപ്പൊ അവിടെ പോലും അബൂജഹൽ പറഞ്ഞൊരു വാക്ക് അതാണ്. അപ്പൊ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ആരൊരാൾ ഉച്ചയിൽ തട്ടിലങ്കുന്ന ദിക്കിലെ കാലൊച്ചയായി ഗമിക്കുന്നു. ഏതൊരു മനുഷ്യനാണ് നട്ടുച്ച നേരത്ത് എല്ലാവരും മയക്കത്തിലേക്ക് പോയപ്പോ ഒരു ഇടവഴിയിലൂടെ ഒരു കാലൊച്ചയായിട്ട് നടന്നു പോകുന്നത് ഏതൊരു മനുഷ്യനാണ്. ആരൊരാൾ പിച്ച വയ്ക്കും കുഞ്ഞു പൂവിൻ്റെ ഉച്ചത്തിലെ വിളി കേട്ടങ്ങു നിൽക്കുന്നു. ഏതൊരു മനുഷ്യനാണ് പിച്ച വെക്കുന്ന കുഞ്ഞു പൂവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ട് അവിടെ തന്നെ യാത്ര നിർത്തിയിട്ട് എന്തിനാണ് കുഞ്ഞുമക്കൾ കരയുന്നത്? സഹാബ പറഞ്ഞു, നബിയേ, അത് നമ്മുടെ കൂട്ടരുടെ മക്കളല്ല. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞുപോയി, അവിടുത്തെ ശബ്ദം കടുത്തുപോയി. മക്കളുടെ കാര്യത്തിൽ നമ്മളെ മക്കള് അവരെ മക്കള് എന്ന പ്രയോഗം നടത്താൻ ആരാടാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത്? അതുകൊണ്ട് മക്കളെല്ലാം മക്കൾ തന്നെയാണ്. മക്കളുടെ വിഷയത്തിൽ ജാതിയും മതവും നിങ്ങൾ പറയാനോ പ്രയോഗിക്കാനോ അങ്ങനെ നിങ്ങൾ മക്കളെ കാണാനോ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ്. അങ്ങനെ വിവേചനരഹിതമായ ജീവിതം, വിവേചനങ്ങൾ ഉള്ളിൽ മുളപൊട്ടുമ്പോഴേക്ക് അതിനെ കെടുത്താൻ, അടിച്ചമർത്താൻ, മുളയിലെ നുള്ളിക്കളയാൻ. വിവേചനം പാടില്ല, ആരോടും വിവേചനം പാടില്ല. അത് ഇന്ത്യയിൽ പിന്നെ പ്രചാരം നേടുകയാണ്. അങ്ങനെയാ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി 6-ാം വയസ്സിൽ ഉമ്മ പോയി, ജനിച്ചപ്പോൾ തന്നെ പിതാവിനെ കണ്ടിട്ടില്ല. പിന്നെ ഒരു എളാപ്പാൻ്റെ കൂടെ ഒരു 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 മേക്കുന്ന മുല കൊടുക്കുന്ന ഒരു പെറ്റുമ്മയില്ല, ഒരു പോറ്റുമ്മയുടെ കൂടെ ഒരു ആട്ടിടയനായ ബാലനായ ലംബ്രത്തിൻ്റെ കൂടെ ഈ 2-3 ആളുകൾ ഇങ്ങനെ ജീവിച്ച് വന്നിട്ട് ആ 4 ആളുകളിൽ നിന്ന് പടർന്നു പന്തലിച്ച പ്രത്യയശാസ്ത്രമാകുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീന് ഇന്ന് ലോക അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ മതമാണ് എന്ന് മാത്രമല്ല അനധിവിദൂരമായ ഭാവിയിൽ ലോകത്തെ 1ാമത്തെ മതവുമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? വെപ്പൺസ് അല്ല, വെപ്പൺ നമ്മളെ കയ്യിലെ ആയുധം, അത് പുഞ്ചിരിയാണ്. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു സൗന്ദര്യമുള്ള കവിതയുണ്ട്. ദുശ്മൻ സനെ ബദലാ ലിയാ ഹസ്രത് നെ കഭി ഭി. ഇഖ്ബാൽ പറഞ്ഞു തരാണ് നമുക്കൊക്കെ, ഹസ്രത്ത് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം हरगिज़ कभी भी अपने दुश्मन से नहीं बदला लिया है, अपने दुश्मन से। हज़रत के तरफ से दुश्मन आते हैं, आप सल्लल्लाहु अलैहि वसल्लम को सिताते हैं, जुल्मो सितम करते हैं, तकलीफ उड़ाते हैं. പുണ്യ നബിയെ ആക്രമിക്കുന്നു, വേദനിപ്പിക്കുന്നു, കാലിൽ നിന്ന് മുറിവ് വരുത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് ചോര പൊടിയുന്നു. എന്തൊക്കെ ചെയ്ത് തായിഫിന്റെ മണ്ണിക്ക് പോയപ്പം? കല്ലാൽ ചില പേർ അടിത്താറുകൾ കൊടും കൊല്ലാൻ പലരെയും വിധിത്താറുകൾ. അല്ലേ, കല്ലുകൊണ്ട് എറിഞ്ഞു, കൊല്ലാൻ വിധിച്ചു, ഒക്കെ ഉണ്ടായില്ലേ? തായിഫ് നഗരത്തെ വീതിയിലേ തിങ്കൾ ത്വാഹാ റസൂൽ നബി നടക്കയിലേ പാപികൾ ചെയ്ത കൊടുമയിലേ, പാപികൾ ചെയ്ത കൊടുമയിലേ പാത്താറ് നെഞ്ചും തുടിക്കുതമ്മ, തങ്ങൾ കണ്ണീரை വടിക്കുതമ്മ, കങ്ങൾ കണ്ണീரை വടിക്കുതമ്മ.
ത്വായിഫിന്റെ മണ്ണിലേക്ക് പോയ ഒരു പ്രവാചകന്റെ കാലിൽ നിന്ന് കല്ലേറ് തട്ടിയിട്ട് ചോര ഒലിക്കുകയാണ്. ചോരങ്ങനെ ഒലിച്ചു. ഏതാണ് ആ രക്തം? നിങ്ങളൊന്ന് ആലോചിച്ചു. ഉഹദ് യുദ്ധത്തില് മുമ്പല് പൊട്ടിയിട്ട് ചുണ്ട് പൊട്ടി, നെറ്റി പൊട്ടി, ചോര ഒലിച്ചിട്ട് മാലിക് ഇബ്നു അനസ് എന്ന് പറയുന്ന ഒരു സാലിബ് ഇബ്നു അനസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അത് മുഴുവൻ കൈകൊണ്ട് ശേഖരിച്ചിട്ട് കൈക്കുമ്പിളിൽ ഇത്ര ചോര ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് ഓടി ആ സ്വഹാബി അവിടുന്ന് യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വിചാരിച്ചു തൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ശേഖരിച്ച ഈ ചോര ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനായിരിക്കും. ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞ ആൾക്കാർക്ക് ഇത് കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് മായാവി കഥകളാണ്. മസ്സഹു, ആ സഹാബി അതിനെ ഊമ്പിക്കുടിച്ചു. പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ളാഹിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ്? ഈത്തപ്പനയുടെ ഓല തീക്ക് അഗ്നിക്കിരയാക്കി കരിച്ച് അതിൻ്റെ ഭസ്മം, അതിൻ്റെ വെണ്ണീർ, റസൂലുള്ളാഹിൻ്റെ രുധിരം പൊടിഞ്ഞ ആ വ്രണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ലേപനം ചെയ്ത് കൊടുത്തിട്ട് രക്തത്തിൻ്റെ രൂക്ഷമായിരിക്കുന്ന ആ ഒരു പ്രവാഹത്തെ തടഞ്ഞു. പക്ഷെ ഈ വന്ന രക്തം എന്ത് ചെയ്തു സാലിമേ എന്ന് നബിതങ്ങൾ ഈ സഹാബിയെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനതിനകത്താക്കി നബിയെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നാൽ ഞാൻ എനിക്കൊരു സ്വകാര്യം പറഞ്ഞുതരാ. ലം തംസസ്ഹുന്നാർ, ഇനി എൻ്റെ ബ്ലഡ് ഉള്ളിക്ക് കയറിയ എൻ്റെ ഈ ബോഡിനെ നരകത്തിലെ തീ തൊടൂല. അപ്പൊ അത് കേട്ട ഇതിന് ഭാഗ്യം കിട്ടാത്ത സ്വഹാബികൾ കരഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ വീണ് കിട്ടുന്ന സ്വഹാബിയുടെ ഭാഗ്യം കണ്ടപ്പോ ഞങ്ങൾക്കതൊരു തുള്ളി കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞുപോയ ശിഷ്യന്മാർ. അപ്പൊ നമ്മളെ ചോരല്ലത്, നമ്മളെ രക്തമല്ലല്ലത്. അതിന് മുഴുവൻ പ്രത്യേകത. ഞാൻ നേരത്തെ ഒരു കഥ ഇവിടെ പറഞ്ഞ് ബാക്കി വെച്ചിട്ടുണ്ട്. ആയിഷ ബീവി റസൂലുള്ള ഹലാക്ക് പോയി മറക്കിരിക്കാൻ പോവാന്ന് നമ്മൾ പറയും. നമ്മൾ ഈ മറക്കിരിക്കാൻ പോവാന്ന് പറയണത് എന്തുകൊണ്ടാ? ഹലാക്ക പോകൽ അന്നത്തെ പ്രാരാബ്ദമൊക്കെ പുറത്തു പോയാണ്ട് കൃത്യം നിർവഹിക്കും, മലമൂത്ര വിസർജനം നിർവഹിക്കും. അപ്പം മറയില്ലെങ്കിൽ മനുഷ്യന്മാർ കാണൂലേ, അപ്പം ഒരു മറ കെട്ടും. അപ്പം ആ മറൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പിന്നെ മലയാളത്തിലെ മലബാറിലെ ഒരു ഭാഷാപ്രയോഗമായി മറക്കിരിക്കുകയാണ്. ഈ മറക്കിരിക്കൽ ഇനി മറൻ്റെ ഉള്ളിൽ വെറുതെ പോയി ഇരുന്നാൽ അതിന് പറയില്ല, അത് പിന്നെ ആ പ്രവർത്തിക്കുള്ള ഒരു വിശേഷണമായി മാറി. അതൊരു സാങ്കേതികമായ ഒരു സംസ്കാരമുള്ള ഒരു ഭാഷയാണ് അല്ലേ? മലമൂത്ര വിസർജനത്തിന് പോകുകയാണ് എന്നാണ്ട് ഒറ്റയടിക്ക് പറയാതെ മറക്കിരിക്കുക എന്ന് പറയാം. ഇത് പഴയ കാലം അന്നത്തൊക്കെ മലബാറിലെ ജനത കാത്തു സൂക്ഷിച്ചു പോകുന്ന ചില സംസ്കാരങ്ങൾ അതൊക്കെ ദീനിൻ്റെ ചില അടയാളങ്ങളാണ്. ആ സംസ്കാരം അത് നമ്മൾ പുതിയ തലമുറക്കൊക്കെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യണം. മക്കൾക്ക് ഗർഭമുണ്ടായാൽ വിശേഷമുണ്ട് അവിടെ നിർത്തി അല്ലേ? ആൾക്ക് വിശേഷമുണ്ട്. ആ പ്രയോഗം മലയാളത്തിൻ്റെ നിഘണ്ടുവായ ശബ്ദധാരാവലിയിൽ വിശേഷത്തിന് ഗർഭമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെ അതൊരു സാംസ്കാരികതയിൽ നിന്ന് ജനിച്ച ഒരു പ്രയോഗമാണ്. ഈ പ്രയോഗത്തിൽ കുറേ സംസ്കാരങ്ങൾ കിടക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ കുറേ കുലീനമായ സംസ്കാരങ്ങൾ ജനിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞ മാതിരി മറയുടെ അകത്ത് പോയി മലമൂത്ര വിസർജനം ചെയ്ത് തിരിച്ചു പോരുകയാണ്. ആയിഷ ബീവി അല്ലേ ആള്? ആയിഷ ബീവിക്ക് ഇതൊക്കെ പഠിക്കണമല്ലോ. ആയിഷ ബീവി എന്ന് പറയുന്ന ആള് തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യാ പദവിയിലേക്ക് കയറി വരുന്നതിൽ അല്ലാഹു തആല കണ്ട ഹിക്മത്തും അത് തന്നെയാണല്ലോ. മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന പെണ്ണ് കൊടുത്ത ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത മറ്റെല്ലാ കുട്ടികളെയും അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത ഭാര്യ റസൂലുള്ളാഹിനേക്കാൾ 15 വയസ്സ് മൂപ്പുള്ള ഖദീജ ബീവി അല്ലയോ? എന്തിനാണ് പിന്നെ ആയിഷ ബീവി അവിടുത്തെ ഭാര്യ പദവിയിലേക്ക് കയറി വന്നത്? അതിൽ അല്ലാഹു തആല ഒരുപാട് യുക്തി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി ഒരു കുതുകിയെ പോലെ എല്ലാത്തിലും കൗതുകം കണ്ടെത്തിയിട്ട് തേടി നടക്കുന്ന ഒരു പണി ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നു. ആ ആനുകൂല്യം റസൂലുള്ളാഹി തങ്ങളെ ഒരു കൊച്ചുകുട്ടി എന്നുള്ളതിലേക്ക് ആയിഷ ബീവിക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. ഭയങ്കര അസാധ്യ ഓർമ്മശക്തിയായിരുന്നു, മേധാശക്തിയുടെ പ്രതീകമായിരുന്നു ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് തിരിച്ചു പോരുമ്പോൾ നബിതങ്ങൾ അറിയാതെ അപ്പുറത്തു കൂടെ പോയിട്ട് ഈ കൃത്യനിർവഹണം നടത്തിയ സ്ഥലത്ത് പോയിട്ട് ആയിഷ ബീവി ഒന്ന് എത്തി നോക്കുന്നുണ്ട്. മാ വജത്തു ശൈഅൻ യാ റസൂലല്ലാഹ്, പുണ്യനബിയെ
അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എന്താ സംഭവിച്ചത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും കൃത്യനിർവഹണത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ആയിഷ, എന്റെ പ്രത്യേകത ഭൂമി ഒന്ന് പിളരും, ഭൂമി ഒരു വിടവ് സൃഷ്ടിക്കും, എന്നിട്ടോ അതിനെ ഭൂമി വിഴുങ്ങും. അതുകൊണ്ട് എന്റെ ശരീരം പുറന്തള്ളിയ വസ്തുക്കളെ ഒരിക്കലും വെളിമ്പ്രദേശത്ത് കാണൂല ആയിഷ, അതിനെ ഭൂമി വിഴുങ്ങും ആയിഷ. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, എന്നിട്ടും നബിയെ യഫൂഹു മിൻഹു റീഹുൻ ത്വയ്യിബ്, ആ സ്ഥലത്ത് ഞാൻ പോയി എത്തി നോക്കുമ്പം അവിടെ ഒന്നും കണ്ടില്ലെങ്കിലും അവിടെ ഭയങ്കര സുഗന്ധം അടിച്ചു വീശുന്നു, കസ്തൂരിയുടെ ഗന്ധം. അതും നബി തങ്ങളുടെ പ്രത്യേകതയാണ്, അതും പരിശുദ്ധ ഹബീബിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ആയിഷ, എന്നാ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇന്നല്ലാഹ ഹറമ അലൽ അർള് അൻ തഅകുല അജ്സാദൽ അംബിയാ, ഞങ്ങൾ അംബിയാ മുർസലീങ്ങളുടെ ശരീരത്തെ ഭക്ഷിക്കൽ അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ നടത്തുന്ന പരിപാടിയുടെ ഒക്കെ ഒരു സൗന്ദര്യം എന്ന് ആലോചിച്ചു. മദീനത്തേക്ക് നമ്മളൊരു സലാത്തും സലാം കൊണ്ട് കൊടുത്തു വിടുമ്പോൾ, റൗളയിൽ പോയിട്ട് നമ്മൾ ഫിസിക്കലി സിയാറത്ത് ചെയ്യുമ്പോൾ, പഠിച്ചോനെ ആ മണ്ണിൻ്റെ നേരെ അടിയിൽ ഒരു രോമത്തിന് പോലും ഒരു ഭംഗം പോലും വരാതെ ആയിഷാ ബീവിന്റെ കട്ടുമ്മല് 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് ജീവനോടെ കടന്നതെങ്ങനെയാണോ അതേ സ്ഥലത്ത് തന്നെയാണ് പനി ബാധിച്ചിട്ടും നബി തങ്ങൾ കടന്നത്. ആ പനിച്ച് കിടന്നിട്ട് വഫാത്തായി കിടന്ന കട്ടിൽ അവിടെ നിന്ന് അല്പമൊന്ന് നീക്കി ആ കട്ടിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ 6 അടി മണ്ണ് കുഴിച്ചിട്ട് അവിടെ കല്ലയോ ഹബീബേ, അങ്ങയുടെ തിരുശരീരത്തെ, അങ്ങയുടെ ഹോളി ബോഡിയെ, അങ്ങയുടെ പരിശുദ്ധമായ പുണ്യഭൂമേനിയെ ഇറക്കി വച്ചത്. ആ ഇറക്കി വച്ച ഭൂമിയിൽ അള്ളാഹു ഭൂമിയോട് പറഞ്ഞു, ഹറമ അലൽ അർള്, ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാ മുർസലീങ്ങളുടെ ശരീരം തിന്നാൻ പാടില്ല, അത് നശിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഇസ്ലാമിൽ എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്, വിഘടന വിഭാഗങ്ങളുണ്ട്, വിശ്വാസരാഹിത്യമുള്ള വിഭാഗങ്ങളുണ്ട്, എത്ര ത്വരീഖത്തുകളുണ്ട് അല്ലേ? മതം അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും എത്ര മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഞാൻ പറയട്ടെ, ഈ കണ്ട് കാണപ്പെട്ട 33 കോടി അവാന്തര വിഭാഗങ്ങളൊക്കെ ഈ മതത്തിൻ്റെ അകത്തുണ്ടായിട്ടും ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിന് റസൂലുള്ള കിടക്കുന്നത് ഇറാഖിലാണെന്ന് അഭിപ്രായമുണ്ടോ? ഇറാനിലാണെന്നുണ്ടോ? ഈജിപ്തിലാണെന്നുണ്ടോ? നവ. എല്ലാവരും പറയുന്നു അത് സിദ്ദീഖോരുടെ ചാരെ, ഫാറൂഖോരുടെ ചാരെ, പച്ച കുബ്ബയുടെ താഴെ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്നുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പം മദീനൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് മഹാന്മാർ മദീനൻ്റെ റൗളൻ്റെ മിനാരങ്ങട് കാണുമ്പോഴേക്ക് പ്രശ്നേ ആ ശരീരം അവിടെ കിടക്കുന്നുണ്ടല്ലോ, എൻ്റെ നേരെ താഴെ എങ്ങനെ ചെരുപ്പ് ധരിക്കും? അപ്പം കാലുമെന്ന് ചെരുപ്പൂരി, മരുഭൂമി ഇങ്ങനെ ചുട്ട് പൊള്ളാൻ, കടല വറുക്കാൻ ഉപയോഗിക്കുന്നത് മണലാണ്. കൊയിലാണ്ടി അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ പോയി നോക്കുന്നുണ്ട്, നല്ല കടല, ചീനക്കടല കിട്ടും, മണിക്കടല, തൊലിക്കടല. ഈ കടല മുഴുവൻ വറുക്കുന്നത് ഈ സൈഗതം, ഈ മണലിട്ടിട്ടാണ്. അപ്പം എന്താ, മണൽ ചൂടായാൽ അത് അസാധ്യ ചൂടാണെന്നാണ്. ആ മരുപ്പറമ്പിലൂടെ നഗ്നപാതരായിട്ട് നടക്കുമ്പോഴും അകത്ത് നുരഞ്ഞു പൊങ്ങുന്നത് ഹബ്ബുൻ നബി, അവിടെ ഹബീബ് കിടക്കുകയാണ്. ഈ കമിതാവിനെ ഭ്രാന്തന് എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, ഈ കാമത്തെ ഭ്രാന്ത് എന്ന് വിളിക്കണവര് വിളിച്ചോട്ടെ. എന്താ ഷാഫിമാ പറഞ്ഞു, ലിംഗാന ഹബ്ബി ഇംഗാന ദംബി ഹബ്ബ ആലി മുഹമ്മദി, മുഹമ്മദ് മുസ്തഫാന്റെ അഹ്ലു ബൈത്തിനോട് ഞാൻ പ്രണയം വെച്ചു എന്നുള്ളതാണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് എങ്കിൽ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാൻ ഷാഫിനെ കിട്ടൂല എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. തങ്ങളെ നമ്മൾ സ്നേഹിച്ചു,
ബഹുമാന്യരായ തങ്ങന്മാരുടെ ഒരു വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അഹ്ലു ബൈത്ത് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ മാറോട് ചേർക്കുകയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമ് തന്നെ പറഞ്ഞു തന്നു, ഞാൻ ചെയ്ത തെറ്റ് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചു എന്നതാണെങ്കിൽ ആ തെറ്റ് തെറ്റായിട്ട് തന്നെ കാലത്തിന്റെ പലകപ്പുറത്ത് കോറിയിടപ്പെടട്ടെ. ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യുമെന്ന് ഒരാൾക്കും പ്രതീക്ഷ വേണ്ട. വദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. മന്ദസ്മിതമാണ് അഹ്ലു ബൈത്തിന്റെ പ്രത്യേകത. മന്ദസ്മിതം. പാണക്കാട് തങ്ങന്മാരെ മുമ്പിൽ പാണക്കാട് അഹ്ലു ബൈത്തിനും കൊയിലാണ്ടി അഹ്ലു ബൈത്തിനും തമ്മിൽ ഒരു വലിയൊരു സ്വർണ്ണനൂൽ പാലത്തിൻ്റെ ഒരു വലിയൊരു കണക്ഷൻ ഉണ്ട്. ഇന്നും കേരളത്തിൽ നിന്ന് പോകുന്നവര് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പോയിട്ട് ജന്നത്തുൽ മഅല്ലയിൽ പോയിട്ട് സിയാറ ചെയ്യും, അവിടുത്തെ ഫാത്തിഹ ഓതും, ദ്വാരക്കും അല്ലേ. ഇന്നും കേരളത്തിലെ കൊച്ചു കുട്ടിക്ക് പോലും ആ ശരീരഭാഷ ചിരപരിചിതമാണ്. അവർ കണ്ടിട്ടില്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ വേഷം എന്തായിരുന്നു, അവിടുത്തെ ആഴം എങ്ങനെയായിരുന്നു, അവിടുത്തെ ജീവിതത്തിന്റെ ഗരിമ എങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പാടും, ഇസത്തതേറും ജുബ്ബ തലയിൽ കെട്ട് വേഷമേ. അപ്പൊ ആ വരി തന്നെ നമ്മളെ ബോധ്യപ്പെട്ടു. ആ വരി തന്നെ നമ്മൾ അറിയാതെ എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞു തരും. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കേരളക്കരയിൽ മദ്രസ പ്രസ്ഥാനത്തിന് ബീജാവാപ്പം നടത്താൻ വേണ്ടിയിട്ട് ഒരു എണ്ണയിട്ട യന്ത്രത്തെ പോലെ ഇങ്ങനെ ഓടി നടന്നപ്പോൾ ഈ നാട് കേരളക്കരയിൽ ഉണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ ഒരു ഏടിനെ നമ്മുടെ പുതിയ തലമുറ ഒന്ന് പരിചയിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. നമ്മൾ വന്ന വഴികളെ എപ്പോഴും തുലനം ചെയ്യണം, ആവോളം മനസ്സിലാക്കണം. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതക്കെതിരെ, വംശീയതക്കെതിരെ പോരാടി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ വിപ്ലവം അങ്ങനെ ഉണ്ടായത് ദീൻ എങ്ങനെ ഇവിടെ പ്രചരിച്ചു എന്നുള്ളതിൽ ഇപ്പോഴും വലിയൊരു അത്ഭുതമാണ്. ഇസ്ലാം ദീനിന്റെ യാതൊരു അനുരണനും ഇല്ലാത്തൊരു നാട്ടിലേക്ക് കുറച്ച് ആളുകൾ വരുന്നു, അവരിലൂടെ ഒരു മതം ഇങ്ങനെ കാട്ടുതീ പോലെ വ്യാപിക്കുക. എന്തൊരു മെസ്മറിസം. സ്വഭാവം എന്ന് പറയുന്നത് ചില്ലറ സാധനമല്ല. അത് അകത്തു ഒന്നാകണം, പുറത്തു ഒന്നാകണം. അകത്ത് കത്തി, പുറത്തു പത്തി. അതാണ് പുതിയ ലോകത്തിന്റെ പ്രതിഭാസം. റസൂലുള്ളാഹിയാകുന്ന വലിയ ഭരണാധികാരിയുടെ കീഴുദ്യോഗസ്ഥന്മാർക്ക് ആർക്കും അഴിമതി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് അവരെ റസൂലുള്ളാഹിയാകുന്ന ലൈഫ് സ്കൂള് പാകപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് അത്തർ വന്നപ്പോൾ, ആത്തിഖ നീ അത് അളക്കണ്ട. എന്താ സൂക്ഷ്മത നോക്ക്, നിങ്ങൾ സൂക്ഷ്മത നോക്ക്. എന്താ അഴിമതിയുടെ ഒരു കറ എൻ്റെ ബോഡിയിൽ പുരണ്ടാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ മറുപടി പറയണം. ഇന്നിപ്പം മലപ്പുറം മുൻ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മുറിച്ച് കടത്തപ്പെട്ട മരത്തിന് കയ്യും കണക്കുമില്ല. അത് മഹാഗണി ഒരു തരം, തേക്ക് ഒരു തരം, അയിനിപ്പിലാവ് വേറെ തരം. ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റംസിൽ സ്വർണം കടത്തുന്ന ആളുകൾ, സ്വർണം കടത്തുന്നവരെ സ്വർണം പൊട്ടിക്കുന്ന ആളുകൾ. സ്വർണം പൊട്ടിക്കുക പറഞ്ഞാൽ ഉള്ള സ്വർണത്തെ 2 കഷ്ണാക്കല്ല. പിന്നെ CCTV ക്യാമറകളൊന്നും ഇല്ലാത്ത ആളൊഴിഞ്ഞ വിജനമായ സ്ഥലത്ത് പോയിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് കടത്തി, ടാക്സ് വെട്ടിച്ചിട്ട് കടത്തിയ സ്വർണത്തെ കൃത്രിമ സംഘട്ടനത്തിലൂടെ അറ്റാക്ക് ചെയ്തിട്ട് അവരെ ശാരീരികമായിട്ട് കായികമായിട്ട് കീഴ്പ്പെടുത്തിയിട്ട് സ്വർണത്തെ കൈക്കലാക്കിയിട്ട് രേഖകൾ നശിപ്പിക്കുക. അപ്പോൾ ഈ സ്വർണം വന്നതിനത് തെളിവില്ല. അപ്പോൾ പിടിച്ച ആൾക്കാർ അതിനെ പൊട്ടിക്കുന്ന ആൾക്കാരായി. അങ്ങനെ സ്വർണം വെട്ടിക്കലും സ്വർണം പൊട്ടിക്കലും എല്ലാ സംഭവവും അനുസ്യൂതമായിട്ട് തുടരാണ്. അതിൻ്റെ ഇടയിലാണ് എന്ത്, ബഹ്റൈനിൽ നിന്ന് വന്ന അത്തർ അളക്കാൻ നീ മുന്നിൽ നിൽക്കണ്ട ആത്തിഖ എന്നൊരു ഭരണാധികാരി പറയുന്നത്. അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും ആ സർവകലാശാലയാകുന്ന മുഹമ്മദ് നബി തിരുമേനി ഒരു ജനതയെ പാകപ്പെടുത്തിയത്. പിന്നെ അഴിമതിയുടെ ഒരു കറ അവരിൽ പുരളൊന്നില്ലല്ലോ ആരും. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം 2ാം ഉമർ എന്നും 5ാം ഖലീഫ എന്നോ ഒക്കെ പേരുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭരണാധികാരി കുറേ കാലങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു പോയതിനൊക്കെ ശേഷം വരികയാണ്. ആ ഭരണാധികാരിയിലും ചരിത്രം നമുക്ക് കാണിച്ചു തന്ന എന്താണ്, ഇതേ പരിവർത്തനല്ലേ. ആ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് മഗ്രിബിന്റെ ശേഷം 2 മന്ത്രിമാർ കയറി വരികയാണ്. അപ്പോൾ ഭരണാധികാരിയും ഭാര്യയും വീട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടത്തായി ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബക്കറ്റുമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട സംഘാടകർ നിങ്ങളെ സമീപിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പരിപാടിക്ക് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും വളരെ നല്ല പ്രൗഢമായ രീതിയിൽ നല്ലൊരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ട് എനിക്ക് സംഘാടകരെ
വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഇന്ധനക്ഷമതയുള്ള അത്യാവശ്യം പ്രായമുള്ള കാരണവന്മാർ. നമ്മളൊക്കെ ഇപ്പോൾ ഡെയിലി ഓരോ നാട്ടിലും ഓരോ പരിപാടിക്ക് പോകുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? ഇന്നലത്തെ പരിപാടി എങ്ങനെയുണ്ട്, മിനിയാന്നത്തെ പരിപാടി എങ്ങനെയുണ്ട്. അപ്പം നമ്മളെ മൈൻഡ്, നമ്മളിഞ്ഞിപ്പോൾ അതിന് മെനക്കെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ആ ഉപബോധ മനസ്സൊക്കെ അറിയാതെ അത് തുലനം ചെയ്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് നമ്മൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ വളരെ ഊർജ്ജസ്വലരായ, വളരെ കൃത്യമായിട്ട് ഒരു പരിപാടിയുടെ ചില നാട്ടിൽ പോയ പരിപാടിയുടെ ഗൗരവം അതിൻ്റെ സംഘാടകരിൽ കാണൂല. അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് നല്ല കാരണവന്മാർ, എൻ്റെ ഉപ്പാൻ്റെ പ്രായമുള്ള ഒരുപാട് നല്ല നല്ല കാരണവന്മാർ മുന്നണി പോരാളികളെ പോലെ നേതൃത്വം കൊടുത്ത് ഈ നാടിൻ്റെ ഒരു പാരമ്പര്യത്തെ കാര്യക്ഷമമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിന് ചെറുപ്പക്കാർ വളരെ ഒറ്റക്കെട്ടായി കൂടെ നിൽക്കുന്നുണ്ട്. ഈ ഇസ്സത്ത്, ഈ അഭിമാന, ഈ അസ്തിത്വ ബോധത്തെ നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരാതെ നമ്മൾ സൂക്ഷിക്കുക. നല്ല പൗരബോധമുള്ള ഒരു തലമുറ ഇവിടെ ജനിക്കട്ടെ, ഇവിടെ ഉണ്ടാകട്ടെ. എന്നിട്ട് അടുത്ത വർഷങ്ങളിൽ നമ്മളിങ്ങനെ നിരത്തിയിട്ട കസേരകളിൽ വന്നിരിക്കാൻ അടുത്ത തലമുറക്ക് ഒരു മനസ്സാക്ഷി വളരട്ടെ. കാരണം പുതിയ കാലം വല്ലാണ്ട് പേടിപ്പിക്കുന്ന കാലമാണ്. ഞാനിപ്പോൾ അടുത്ത് നാദാപുരത്തിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്തേക്ക് പോയി. സ്ഥലം ഞാനിങ്ങനെ ഈ പബ്ലിക് ലൈവിൽ പറയുന്നതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ആ ഉദ്യമത്തിൽ നിന്ന് സ്കിപ്പാവുക. പക്ഷെ സംഗതി ഞാൻ പറയാം, അവിടുത്തെ കാരണന്മാരായ കുറച്ച് ആളുകൾ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? കഴിഞ്ഞ മാസം അവിടെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മെയിൻ തീം നിരീശ്വരത്വവും യുക്തിവാദവും പ്രോത്സാഹിപ്പിക്കലാണ്. അതിലിപ്പോൾ നമ്മളെ മുസ്ലിം കുട്ടികൾ ഏതോ ഒരാൾ അതിൽ നുഴഞ്ഞു കയറിയിട്ട് ഇതൊന്നും എന്താ അതിൻ്റെ ഹാലെന്ന് പഠിക്കാൻ വേണ്ടി ഒരു ആത്മാർത്ഥത ഉള്ള ഒരു ചെറുപ്പക്കാരൻ മെല്ലെ ആ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിലെ സ്ഥിരം ഇടപെടുന്ന അംഗങ്ങളെ പരിശോധിച്ചപ്പോൾ 60 മുസ്ലിം കുട്ടികൾ, അതിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. എന്താ ഗ്രൂപ്പിൻ്റെ തീം? നിരീശ്വരത്താണ്. അതുകൊണ്ട് ദൈവമല്ല, നിസ്കാരമല്ല, അതൊക്കെ വെറുതെ ഒരു ഏർപ്പാടാണ്. ഖബർ എന്ന് പറഞ്ഞാണ്ട് ജനങ്ങളെ വെറുതെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉള്ള കാലങ്ങൾ അടിച്ച് പൊളിച്ച് ജീവിച്ചോളി, മരിച്ചാൽ എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ പച്ചക്ക് ഒരാളാണ്ട് പറഞ്ഞാൽ ഒരു ഹവയിൽ നിൽക്കണ ഏതൊരു കുട്ടി അതിനെ വിശ്വസിച്ചു പോവും. അങ്ങനെ 60 കുട്ടികൾ ഇപ്പോൾ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു അപകടത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതിനൊന്നും നേരമില്ല, നമുക്ക് ആർക്കും നേരമില്ല അല്ലേ? നമ്മളിപ്പോഴും ഫ്ലെക്സ് യുദ്ധങ്ങളിലും കൊടി യുദ്ധങ്ങളിലും ആരാ കൊടി പിടിക്കേണ്ടവരെന്നുള്ള ചർച്ച ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ആരാ ഫ്ലെക്സ് അടിക്കേണ്ടവരെന്നുള്ള ഒരു ഫൈനൽ ഡെസിഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അവിടെ നമ്മളുള്ളത് നമ്മളിങ്ങനെ ഒരു തരം ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരായി ജീവിക്കാൻ. എന്തൊക്കെ പ്രശ്നങ്ങൾ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വരുന്നു. ഞാൻ പറയാം, പാർലമെൻറ്റിൻ്റെ ജോയിൻ്റ് സമിതിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഈ രാജ്യത്ത് നിന്ന് എത്ര റിപ്പോർട്ടാണ്ട് പോയി. അതാ ഞാൻ പൗരബോധം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ജീവിക്കണതിനേക്കാൾ ഭേദം മരിക്കല. ഇല്ലെങ്കിൽ നമുക്ക് സമുദായം തന്നൊരു പേരുണ്ടാകും, ജീവശവം. ആ ശവമാണ് തൊട്ടൊക്കെ ജീവൻ ഉണ്ടാവും. അതതിൻ്റെ ആ ഭാഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാഫി ഫായിദ. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷൻ്റെ അർത്ഥം. ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടൻ. കാളക്കുട്ടൻ ഷണ്ഡീകരിക്കപ്പെട്ടാൽ പിന്നെ അവിടെ പ്രജനനം നടക്കില്ലല്ലോ. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം പോകാൻ പാടില്ല. അതിന് പ്രബുദ്ധതയാണ് വേണ്ടത്. പ്രബുദ്ധത. കുൻ റജുല, ഈ ഒരു മനുഷ്യനാവട്ടോ. എപ്പോഴാണ് പറഞ്ഞത്? 6-ാമത്തെ വയസ്സിൽ അബവായിലേക്ക് പോയ ഉമ്മാക്ക് ഉമ്മാൻ്റെ കയ്യും പിടിച്ച് ഒരു 6 വയസ്സുള്ള മോൻ പോവാണ്. നമ്മളെ കുട്ടികളെ പറ്റി ഒന്ന് ആലോചിക്കുക. യത്തീമായ കുട്ടി, ജനിച്ചപ്പം ബാപ്പാൻ്റെ മുഖം കാണാൻ കഴിയാത്തൊരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ വളർന്ന്, അതും ഏതൊക്കെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ പോറ്റുമ്മാൻ്റെ മുലപ്പാലൊക്കെ കുടിച്ചിട്ട് വളരെ കഷ്ടപ്പാടിൽ വളർന്ന് ഒരുപാട് ത്യാഗങ്ങളുണ്ടായി. 6-ാമത്തെ വയസ്സിൽ ഉമ്മാൻ്റെ കൂടെ ഒരു അബവാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഉമ്മാക്ക് അവിടെ ഒരു തളർച്ച വന്ന് ഉമ്മ അവിടെ കിടന്ന് മരിക്കാൻ നേരത്ത് മോനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ പൊന്നാര പൈതലെ, ബാപ്പല്ലാത്ത എൻ്റെ മുമ്പിന്ന് ഉമ്മയും പോവാൻ. കുൻ റജുല, ഈ ഒരു മനുഷ്യനാവണം കേട്ടോ. അമ്മ കൊടുത്ത ഉപദേശത്തെ ആ കുട്ടി ശിരസ വഹിച്ചതിൻ്റെ റിസൾട്ടാണെന്ന് നമ്മളിങ്ങനെ ആസ്വദിക്കുന്നത്. അബവാഇന്റെ ശത്ത് ആമിന ബീബി, അന്ത്യസമയത്ത് അവരൊന്ന് തേങ്ങി. ആരോരുമില്ലാത്തി പൈതലിന് ആരാര് തുണയേകും തമ്പുരാനേ. ആരോരുമില്ലാത്തി പൈതലിന് ആരാര് തുണയേകും തമ്പുരാനേ. ആരാര് തുണയേകും തമ്പുരാനേ. ആ മലയാളത്തിലെ വരികൾ
ആ അനുഭവം നമ്മുടെ മുമ്പ് ഇങ്ങോട്ട് വിഷ്വലൈസ് ചെയ്ത് തരേണ്ടത്. ഒരു കുട്ടി വീണ്ടും അനാഥനാവാൻ കഷ്ടപ്പാടുകളിൽ നിന്ന് കഷ്ടപ്പാട്. അള്ളാന്റെ ഹബീബിന് എന്നാ ഒരു സുഖം ഉണ്ടായത്. നമ്മളൊക്കെ പടക്കാൻ കാരണക്കാരനായ ഒരു നേതാവിന്റെ വിശേഷണം സ്വഹാബി പറഞ്ഞ എന്താണ്? കാന മുതവാസിലൽ അഹ്സാൻ. എപ്പോഴും സങ്കടവും പ്രയാസമായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ. എപ്പോഴും സങ്കടവും പ്രയാസവും. ഞാൻ ബഷീർ ഖാന്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് വിദേശത്ത് നിന്നൊരു കോള് വന്നു. ഭക്ഷണം കഴിച്ചവിടെ ഇരിക്കുമ്പോൾ അന്യായമായി തടവറയിൽ കഴിയുന്നൊരു മനുഷ്യൻ ബെയില് കിട്ടിയിട്ട് ഇപ്പൊ പുറത്ത് റെസ്റ്റ് എടുക്കുകയാണ്. ചതിപ്രയോഗത്തിലൂടെ ജയിലിൽ കഴിയേണ്ടി വന്നൊരു മനുഷ്യൻ നാട്ടിലേക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞില്ല. ഇംതിഹാൻ, പരീക്ഷണം. നമ്മൾ ആലോചിക്കുക, ജീവിതത്തിലൊരു പ്രാരാബ്ദം ഉണ്ടാകുമ്പോഴേക്ക് മതം വിടുകയാണെന്ന്. എന്ത് എളുപ്പല്ലേ, എന്ത് ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല? അതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയാണ്. ഖലാസ്, ഓൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഓൻ്റെ യഖീനുറപ്പ് നമുക്ക് മനസ്സിലായല്ലോ. അന്ന് അങ്ങനെയല്ല, അള്ളാഹുവിനെ കൂട്ടുപിടിക്കുകയാണ്. എന്ത് പ്രാരാബ്ദം ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ കൂട്ടുപിടിക്കുകയാണ്. എത്രയോ വർഷങ്ങളോളം രോഗം സഹിച്ചിട്ട് അവിടെ നിന്നൊന്നും തോരുന്നില്ല. ഇതല്ല തന്നാലേ ഞാൻ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടപ്പോഴേക്ക് എല്ലാ ഭാര്യന്മാരും എല്ലാവരും ഒഴിവാക്കി പോയിന്, ഒരാളല്ലാത്ത. ആ പ്രവാചകൻ പിന്നെ റബ്ബിനോട് അറ്റക്കൈ പ്രയോഗം എന്നുള്ള നിലക്ക് പറയുന്നത്, റബ്ബി ഇന്നി മസ്സനിയ ദുർറു, പഠിച്ചോനെ എനിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ട് എന്നുള്ള വിവരം ഞാൻ നിന്നായിട്ട് ഷെയർ ചെയ്യാൻ. അൻത അർഹമുർ റഹീമീൻ, ഈ വലിയ കാരുണ്യവാനാണല്ലോ. അതിൻ്റെ ആ ഒരു പൊളൈറ്റ്നെസ് നോക്കുങ്ങൾ. അപ്പൊ റബ്ബ് തആല പ്രവാചകനോട് പോയി പറയാണ്, ഉർക്കുദു ബിരിജ്ലിക, നിങ്ങളൊന്നും പോയി മുട്ടുകുത്ത്. അയ്യൂബ് നബി, ഇഹ്ഫർ, നിങ്ങളൊന്ന് കുഴിക്ക്, അവിടെ കുറച്ച് ജലം വരും, അതിനൊന്ന് കുളിക്ക്. സ്നാനം ചെയ്യുന്നു, പരിശുദ്ധനാകുന്നു, ശരീരത്തിലെ വ്രണങ്ങളൊക്കെ തന്നെ നിർവീര്യമാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഖാന മുതവാസിലൽ അഹ്സാൻ, സങ്കടങ്ങൾക്ക് മുകളിൽ സങ്കടം, അട്ടിയിലട്ടിയിലിരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം. ജനിച്ചത് തന്നെ യതീം. 6-ാം വയസ്സിൽ ഉമ്മ പോവുകയാണ്. പിന്നെ എന്തൊക്കെ പ്രതിലോമകരമായ പ്രവർത്തനങ്ങൾ, ശത്രുവിന്റെ പരിഹാസ ശരങ്ങൾ, അപഹാസ്യ ശരങ്ങൾ, കല്ലേറുകൾ, കൂരമ്പുകൾ, അക്രമങ്ങൾ. പിന്നെ ഖദീജ ബീവി പോവാൻ, അബൂ താലിബ് പോവാൻ, അബ്ദുൽ മുത്തലിബ്, ഓരോരുത്തർ ഇറങ്ങി പോവാൻ സ്വന്തം ജീവിതത്തിലൂടെ. പക്ഷേ അവസാനം വിശ്വത്തെ കീഴടക്കി തിരിച്ചു പോവാൻ. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ശ്രുതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും 49-50 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു നാച്ചുറൽ കലാമിറ്റി, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. ശ്രുതി അന്ന് കോഴിക്കോട് അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലായതുകൊണ്ട് അവൾ മാത്രം രക്ഷപ്പെടുകയാണ്. അവൾ അച്ഛൻ പോയി, അമ്മ പോയി, അവളെ സഹോദരി പോയി. ഇവരെല്ലാവരും കൂടി പുതിയ വീട്ടിലേക്ക്, ഈ സംഭവം നടക്കുന്നതിൻ്റെ 1 മാസം മുമ്പാണ് വീട് മാറി താമസിച്ചത്. ആ വീട് ഒലിച്ചുപോയി. ആ സമയത്ത് തന്നെ, ഈ സംഭവം നടക്കുന്നതിൻ്റെ കൃത്യം 1 മാസം മുൻപ് തന്നെയാണ് ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതിശ്രുത വരൻ ജിൻസൺ കയറി വരുന്നിട്ട് ആഭരണം ഇട്ടിട്ട് മനസ്സമ്മതം നടത്തിയത്. മംഗല്യം സുമംഗളമായിട്ട് നമുക്ക് ഡിസംബറിൽ നടത്താം എന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ ജിൻസന്റെ കൂടെ ശ്രുതി ഒരു പ്രതിശ്രുത വധുവായിട്ട് ഇറങ്ങിപ്പോകുന്നത് ഡിസംബറിലാണെങ്കിലും ശ്രുതിമോൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ 15 പവൻ സ്വർണം സ്വരുക്കൂട്ടിയത് ഈ പുതിയ വീട്ടിലെ അലമാരിയിലാണ്. 5 ലക്ഷം രൂപ കൊണ്ടുപോയി വെച്ചത് ഈ പുതിയ വീട്ടിലെ അലമാരിയിലാണ്. അതൊക്കെ ഒലിച്ചുപോയി, ഒന്നുമില്ല. ഈ വിവരം അറിഞ്ഞിട്ട് ശ്രുതി കോഴിക്കോട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് വയനാട്ടിൻ്റെ ചുരമടക്കുകൾ കയറി മുകളിലെത്തി നോക്കുമ്പോൾ ഒരു മരുഭൂമി പോലെ ഒരു ശൂന്യത. എൻ്റെ അച്ഛനെവിടെ? അച്ഛൻ പോയി മോളെ. എൻ്റെ അമ്മ എവിടെ? അമ്മയുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ പൊന്നാര സഹോദരി എവിടെ? അവൾ പോയി, ഒലിച്ചുപോയി. വീട് എവിടെ? വീടും പോയി. ഒന്നുമില്ല, സ്വർണ്ണമില്ല, പൈസയില്ല, ഒന്നുമില്ല. അവളിങ്ങനെ മരവിച്ച് നിൽക്കുകയാണ്. ഇനി എന്താ പ്രതീക്ഷയുള്ളത് ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന എൻ്റെ പുരുഷൻ, എൻ്റെ ജിൻസൻ, അവനോട് ഞാൻ ഇനി എന്ത് പറയും? അയാളിനി എങ്ങനെ സ്വീകരിക്കും എന്നെ? ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് 2 കൈകൾ വന്നിട്ട് അവളങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ്. അത് അവളുടെ സ്വന്തം പ്രതിശ്രുത വരൻ ജിൻസനാണ്. അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്,
എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞൊരു വാക്ക്, ഇന്നി ഉഹിബ്ബുക ഉഹിബ്ബുകി കൈഫമാ കുൻതി, ഐ ലവ് യു ആസ് യു ആർ. നീ ഏത് കണ്ടീഷനിലാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ശ്രുതി, അച്ഛൻ പോയി, അമ്മ പോയി, നിന്റെ അച്ഛൻ ഇനി ഞാനാണ്, അമ്മ ഞാനാണ്, നിന്റെ പെങ്ങൾ ഞാനാണ്, നിന്റെ എല്ലാവരും പോയാലും നിനക്ക് എന്തില്ലെങ്കിലും നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ ജിൻസൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അറിയാതെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയ ഒരു പ്രതീക്ഷയുടെ നാമ്പ് പിടിച്ചിട്ട് അവൾ ഇങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പം 2 ആഴ്ച മുമ്പ് ആ ജിൻസന്റെ കൂടെ ഒരു ഒമ്നി മാരുതി വാനിൽ സന്തോഷത്തോടെ അവൾ വയനാട്ടിലെ വെള്ളാരംകുന്നിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആകസ്മികമായി ഓർക്കാപ്പുറത്ത് വന്ന് ഒരു വലിയൊരു ബസ് വന്നിട്ട് ഇടിച്ച് ജിൻസൺ വാഹനം ഓടിച്ച ജിൻസന്റെ ശരീരത്തിലേക്ക് കയറുന്നു, മരിക്കുന്നു. ശ്രുതി വയനാട്ടിലെ ലിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഒരു പ്രതീക്ഷയുടെ പച്ചത്തുരുത്ത് കിട്ടിയപ്പോൾ അത് പിടിച്ചിട്ട് ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഓൾ ആൻഡ് ഓൾ എല്ലാമായ ഒരു പുരുഷൻ നഷ്ടപ്പെടുമ്പോൾ ഇനി ആര്? അല്ലേ? നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സൊക്കെ വന്നിട്ട് ശ്രുതിയുടെ അവസാന അഭിലാഷ പ്രകാരം ശ്രുതിയുടെ അമ്മയെ വേറൊരു ശ്മശാനത്തിലായിരുന്നു മറമാടിയിരുന്നത്. അത് ഞങ്ങളെ വിശ്വാസത്തെ ബാധിക്കാൻ പാടില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ തന്നെയാണ് ആ കുഴിമാടം വീണ്ടും അവിടെ നിന്ന് അതിൻ്റെ ഉച്ഛിഷ്ടങ്ങളൊക്കെ എടുത്തിട്ട് അവൾ പറഞ്ഞ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചത്. ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി ജീവിതത്തിലൊരു വേദനയുടെ ആഴം. പുണ്യനബിയെപ്പറ്റി സ്വഹാബ പറഞ്ഞു, കാന മുതവാസിലൽ അഹ്സാൻ, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ പരീക്ഷണങ്ങൾ വന്ന ആളായിരുന്നു തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അല്ലാഹുവിൻ്റെ നബിയെ എത്ര മനോഹരമായിട്ടാണ് അങ്ങ് ഞങ്ങളെ ജീവിതം പഠിപ്പിച്ചത്. അഹർമുഖപ്പൻ കതിർ പോലെ പോന്നവൻ മുഹമ്മദ പേരിനിദാന മശദം, സഹസ്തവാളായ തമിശ്രരേഖയാം മഹസ്സിനെന്തുണ്ടതുമോർപ്പതില്ല നീ. പെരുത്ത നൂറ്റാണ്ടിനിടക്കൊരിക്കളി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി. മഹാകവി വള്ളത്തോൾ മലയാളിക്ക് പാടിത്തരികയാണ്, ഒരു വൃക്ഷത്തെ അള്ളാഹു ആകുന്ന ഈശ്വരൻ തമ്പുരാൻ നട്ടു. ഇന്ന് ആ വൃക്ഷത്തിൻ്റെ തണലിൽ ഒരു ലോക ജനത മുഴുവൻ കാറ്റാസ്വദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തെളിമയാണ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം പ്രവാചകീയമായ മാതൃക റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മളൊക്കെ നമ്മിലേക്ക് അടർത്തിയെടുക്കേണ്ടത് എൻ്റെ സ്വഭാവം പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ച സ്വഭാവത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ? എനിക്ക് ക്രോധം വരാറുണ്ടോ? ഒരു സ്വഹാബി വന്നാണ്ട് പുണ്യനബിയോട് പറയാൻ, ഔസുനിയ റസൂലല്ലാഹ്, നബിയേ എനിക്ക് സ്വർഗം കിട്ടണം, അതിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എനിക്ക് വസിയ്യത്ത് ചെയ്തു തരണം നബിയേ. അതാണല്ലോ ഔസുനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ വലിയൊരു മഹാന് വന്നു, ഒരു വലിയ അല്ലെങ്കിൽ വലിയൊരു സയ്യിദ് വന്നു. അപ്പോൾ നമ്മളെ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ പെട്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്കൊന്നും പെട്ടെന്ന് ഒരു വലിയൊരു മഹാന്റെ അടുക്കലേക്കൊന്നും പെട്ടെന്ന് ആക്സസ് കിട്ടാത്തതാണ്. കാരണം അവർ ഈ മഹാന്മാർ പങ്കെടുക്കുന്ന പരിപാടി എപ്പോഴും ചിലപ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഉണ്ടാവുമല്ലോ, കിട്ടിയ അവസരം ഒന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ വന്ന മഹാൻ എവിടെയാണെന്ന് തെരഞ്ഞു പിടിച്ചിട്ട് അവിടെ പോയി ആ മഹാന്റെ അടുക്കൽ ഭവ്യതയോടുകൂടെ ഇരുന്നിട്ട് അവിടുത്തെ കൈ പിടിച്ചിട്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞരി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജയമന്ത്രം എന്ന് പറഞ്ഞു തരീന്ന് പറയുമ്പോൾ ചില മഹാന്മാർ തലയിൽ കൈ വെച്ചിട്ട് മുഖലക്ഷണമൊക്കെ നോക്കിയിട്ട് നല്ല ഉള്ളൊക്കെ ഗൈബ് അറിയാൻ പറ്റുന്ന അള്ളാഹു തആല അത്രയും പവർ കൊടുത്ത കശ്ഫ് കറാമത്തിൻ്റെ ആളുകളൊക്കെ ആണെങ്കിൽ ആ പറഞ്ഞ മാതിരി തന്നെ ആയിരിക്കും കാര്യം. അങ്ങനെയാണ് പറയവർ. എന്ന പോലെ ഹബീബായ നബി തിരുമേനിയുടെ മുമ്പിൽ ഒരു മഴ നനഞ്ഞ ആട്ടിൻകുട്ടിയെ പോലെ ഒരു സഹാബി പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തലയിൽ കൈ വെച്ചിട്ട് പുണ്യനബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവിനോട് ശിഷ്യൻ പറയാൻ, ഔസുനിയ റസൂലല്ലാഹ്, പുണ്യനബിയേ എനിക്കിവിടെ തോറ്റുപോകാൻ പാടില്ല, ജയിക്കണം. ഇത് ദുനിയാവാൻ, ഇത് പരീക്ഷയാണ്, ഇത് പരീക്ഷണമാണ്, ഇവിടെ പതറിപ്പോവാൻ പാടില്ല. അപ്പൊ അതിലുള്ള പതർച്ചയാണ്, ഇവിടെ തോറ്റുപോകലാണ് ഒന്നെന്ത്, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ ഒരു തരം എന്താ പറയുക കോമഡിയാണ്. അതുകൊണ്ട് ഈശ്വരനൊന്നുമില്ല എന്ന് പറയുന്ന ഈ വിശ്വാസം അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുടുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയിൽ തോൽക്കലാണേ. കാരണം പിന്നെ ഈമാൻ ഇല്ലാതാണ്ട് മരിച്ചു പോകല്ലേ.
തൗഹീദും ഈമാനും ഇല്ലാതെ മരിച്ചുപോയാൽ കഴിഞ്ഞില്ല, പിന്നെ എന്താ ഈ ജീവിതം അല്ലേ? അപ്പൊ ഈ പരീക്ഷണത്തിൽ ജയിക്കണം നബിയെ. ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഒറ്റ മറുപടിയാണ് പറഞ്ഞത്, ലാ തഗ്ളബ്, ഞാൻ നിനക്ക് വിജയിക്കാൻ ഒരു കാര്യം പറഞ്ഞു തരാം, നീ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ് പരിശുദ്ധ ഹബീബ് പറഞ്ഞു കൊടുത്തത്? ലാ തഗ്ളബ്, ദേഷ്യപ്പെടാൻ പാടില്ല, കോപിക്കാൻ പാടില്ല, കട്ടക്കലിപ്പ് അല്ലേ, ഈ കലിപ്പണ്ട് നിർത്തി വെച്ചാൽ മതി. ഫഇന്നൽ ഗളബ, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ സഹോദര? ഫഇന്നൽ ഗളബ, നമ്മളെ ദേഷ്യം ഉണ്ടല്ലോ, യജ്മഉ ശർറ കുല്ല, എല്ലാ ഷർറിനെയും നമ്മിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നതാണ് ദേഷ്യം. ദേഷ്യം എന്നാൽ പിന്നെ ഒരുപാട് ഷർറ് അറ്റ് എ ടൈം ഓഫറിലാണ്ട് വരുന്നതാണ്. ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ മാതിരിയാണ്. പണ്ടൊരു കവിത ഉണ്ട്, കുഞ്ചൻ നമ്പ്യാരെ, രസമുള്ളൊരു കവിത. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല. നായർ കൊയിലാണ്ടി അങ്ങാടിക്ക് ചന്തയ്ക്ക് സാധനം വാങ്ങാൻ പോയതാ, ചില്ലാനം വാങ്ങാൻ പോവാന്നാ ഞങ്ങളോട് പറയല്. അങ്ങനെ ചില്ലാനം വാങ്ങാൻ പോയതാ. നായർ വലിയ ചാക്കൊക്കെ എടുത്തിട്ട് സാധനമൊക്കെ വാങ്ങി പൊരി വെയിലെത്താൻ, അന്ന് നടന്നു പോകണല്ലോ. സാധനമൊക്കെ വാങ്ങി ചോടും കെട്ടി ഇങ്ങനെ വരുമ്പോൾ ചോട് പിന്നെ ഇറക്കി വെക്കാനും ഓരോ അത്താണിയാണ്. അങ്ങനെ അത്താണി, നമ്മൾ മലയാളത്തിലൊരു പ്രയോഗം തന്നെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത്താണി കണ്ട ചുമട്ടുകാരനെ പോലെയായി എന്ന് പറഞ്ഞാൽ, കുറേ ചോട് ഇട്ടിങ്ങനെ വരുമ്പോൾ അതാ അവിടെ ഒരു അത്താണി, അവിടെ ഇറക്കി വെക്കാലോ. ആശ്വാസം പകരുന്ന ഒരാളെ മുന്നിൽ കിട്ടിയാലാണ് നമ്മൾ ഈ പ്രയോഗം നടത്തൽ. ഈ വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്ത് ഒരുപാട് അത്താണിയുണ്ട്. രണ്ടത്താണി, കുറുകത്താണി, പുത്തനത്താണി, കുട്ടികളത്താണി എന്ന് പറഞ്ഞാണ്ട് കുറേ അത്താണിയുണ്ട്. അത്താണി, നമ്മളെ സമദാനി സാഹിബിന് തന്നെ പേര് കിട്ടിയത് അങ്ങനെയാണല്ലോ അല്ലേ? അത്താണി സ്വമദ്, രണ്ട് അത്താണി സ്വമദാനി, രണ്ടത്താണിക്കാരൻ സ്വമദാനി അല്ലേ? അപ്പം അങ്ങനെ അറബിയിലുള്ള പേര് രണ്ടത്താണി പ്രദേശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ലഭ്യമായത് പിന്നെ അതൊരു പ്രഖ്യാതമായൊരു ഭാഷയായി പരിണമിക്കുകയാണ് നമ്മുടെ മലയാളക്കരയിൽ. അങ്ങനെ അത്താണി എന്നുള്ളത് ഈ ഭാര്യ ഇറക്കി വെക്കാനുള്ളൊരു സാധനമാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ചോടും കെട്ടിയിട്ട് അങ്ങനെ പോകും. തലയിൽ എന്തുണ്ടാകും? നല്ല മനോഹരമായ ചോടുണ്ടാകും. ഈ ചോടും കെട്ടിയിട്ട് ഇങ്ങനെ, അപ്പം നായർ സാധനം എല്ലാം വാങ്ങിയിട്ട് ചോടും കെട്ടിയിട്ട് പൊരി വെയിലത്ത് ഇങ്ങനെ വരുമ്പോൾ വിശന്ന് ദാഹിച്ച്, അപ്പം ഇയാളിങ്ങനെ സ്വപ്നം കാണുകയാണ്, എൻ്റെ കായ, എൻ്റെ ഭാര്യ ഇപ്പം അടുക്കളയിൽ നല്ല കഞ്ഞി ഇട്ടിട്ട് കുറിയരിയുടെ കഞ്ഞി വെച്ചിട്ട് അത് ടേബിളിൻ്റെ മുകളിൽ ഒരു തളികയിൽ കൊണ്ടുപോയി വിളമ്പിയിട്ടുണ്ടാകും. നല്ല വായക്ക വെച്ചിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അച്ചാറ് കിച്ചടിയൊക്കെ വേറെ ഉണ്ടാകും. ആ പ്രതീക്ഷയിൽ ഇങ്ങനെ വരുമ്പോൾ ചോട് വീട്ടിൽ ഇറക്കി വെച്ചപ്പോൾ കായ കഞ്ഞിക്കന്നെ ഇട്ടിട്ടില്ല. അപ്പം പിന്നെ എന്തൊക്കെയാ അവിടെ ഉണ്ടാക്കുന്നത്? ഫൈനൽ ഗളബ യജ്മഉ ശർറ കുല്ല, ഈ ദേഷ്യം പിന്നെ എല്ലാ ഷെറിനെയും ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. അതാണ് കുഞ്ചൻ നമ്പ്യാർ മലയാളിക്ക് പറഞ്ഞു തരുന്നത്. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ഉരുളികൾ കിണ്ടികളൊക്കെയുടച്ചു ഉരലു വലിച്ചു കിററ്റിലെറിഞ്ഞു, അതുകൊണ്ടരിശം തീരാത്തവന് പുരയുടെ ചുറ്റും മണ്ടി നടന്നു. അവിടെയുള്ള സകല സാധനം എടുത്ത് വലിച്ചെറിഞ്ഞു, ഉരല് വലിച്ചിട്ട് കിണറ്റ് കൊണ്ടുപോയി എറിഞ്ഞു. അതുകൊണ്ടൊന്നും അരിശം തീരാത്ത ആള് പിന്നെന്ത് ചെയ്തു? ഇനി അവസാനത്തെ കൈ എന്നുള്ളവർക്ക് ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. എനിക്ക് സംഭവം നമ്പ്യാരെ ഈ കവിതയാണ് റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. ഈ സഹാബിയോട് പറഞ്ഞ എന്താ? നബിയെ, എനിക്ക് ജയിക്കണം. ഒറ്റ മറുപടി, ലാ തഗ്ളബ്, ജയിക്കണം. ഒരു പൊടിക്കൈ ഞാൻ തരാം, വിജയ മന്ത്രം. എന്താണ് ആ മന്ത്രം? ദേഷ്യപ്പെടാതിരുന്നാൽ മതി. ഇന്ന ലൈഫിൽ എനിക്ക് ദേഷ്യം വരാനുള്ള എന്തൊക്കെ കോണ്ടസ്റ്റുകൾ ഉണ്ടോ ആ ഇൻസിഡൻറ്റിലൊന്നും നീ സ്പാർക്ക് അടിക്കരുത്, കൂളായി നിൽക്കുക. കാരണം ഫഇന്നൽ ഗളബ, ദേഷ്യം പിടിച്ചാൽ അത് യജ്മഉ ശർറ കുല്ല, എല്ലാ ഷർറിനെയും വലിച്ചു കൊണ്ടുവരും. അപ്പോൾ അവിടെ ത്വലാഖ് വരെ നടക്കും, അക്രമം നടക്കും, കൊലപാതകം നടക്കും, അന്യായം നടക്കും, അശ്ലീലം, തെറി വിളിക്കും. ദേഷ്യം പിടിച്ചാൽ പിന്നെ നമ്മളെ കൺട്രോളിലല്ലല്ലോ. അതുകൊണ്ടാണ് ഖദ് ജാഅകി ശൈത്വാൻ. ആയിഷ ബീബി തന്നെ ഒരു ദിവസം, ആയിഷ ബീബിക്കൊക്കെ ഇപ്പൊ ദേഷ്യം പിടിക്കണേനൊരു കണക്കില്ലേ? മാലകി ആയിഷ ഖദ് ജാഅകി ശൈത്വാൻ. സാധാരണ രീതിയിലുള്ള സംസാരത്തൊന്ന് മാറിയിട്ട് ഒന്ന് ധൃതി പിടിച്ചിട്ട് ഒരു പരിസരം നഷ്ടപ്പെട്ട രീതിയിൽ ആയിഷ ബീവി ഒരു ദിവസം സംസാരിച്ചപ്പോൾ നബി തങ്ങൾ ഉടനെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ. മാലകി ആയിഷ, എന്താ ആയിഷ, വാട്ട് ഹാപ്പൻ, എന്താ എനിക്ക് പറ്റിയത്? ഖദ് ജാഅകി ശൈത്വാൻ, നീ സെൽഫ് കൺട്രോൾ ആയിക്കോ, എനിക്ക് ശൈത്വാൻ വന്നിട്ടുണ്ട്. നമ്മളോടത് പറയാൻ ആരെങ്കിലും ഉണ്ടോ?
എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. റമളാൻ മാസമായി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടിനോടുള്ള അഡ്വൈസാണ്. ഉച്ച കഴിഞ്ഞാൽ വാപ്പ കിടക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് പോകണ്ടട്ടോ, അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. വയറ് കത്തി നിൽക്കുകയാണ്. പിന്നെ ഈ സ്മോക്കിങ്ങിൻ്റെ ശീലം കൂടി ഉണ്ട്. അതിപ്പോൾ മഗ്‌രിബ് വരെ പറ്റൂലല്ലോ. പിന്നെ അതൊക്കെ തീർക്കൽ ആരോടാ? ആര് മുന്നേ വന്നാലും അവരോട്. അപ്പൊ പിന്നെ ഉമ്മാന്റെ കണ്ടറിഞ്ഞിട്ടുള്ള അഡ്വൈസാണ് ഉച്ചന്റെ ശേഷം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഷെറിനെയും കൊണ്ടുവരും. വാക്ക് വിട്ട കഴിഞ്ഞില്ലേ, ഖലാസ് കഴിഞ്ഞു. ഗീതയിലൊരു ശ്ലോകമുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധം മോഹങ്ങളെ കെടുത്തിക്കളയുന്ന, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ, ബുദ്ധിനാശോ പ്രാണശ്യതി. അവസാനം മോഹങ്ങളൊക്കെ എടുത്തിട്ട് ബുദ്ധിക്ക് ഭംഗം വരും. ബുദ്ധിക്ക് ഭംഗം വന്നാൽ പ്രാണൻ തന്നെ പോകും. വേശ്യം പിടിച്ച വാശിക്കാണ് നാദാപുരത്ത് 10 വയസ്സുള്ള മകളുടെ ഉമ്മ, ഭർത്താവ് ഗൾഫിലാണ്, പ്രവാസിയാണ്, അയാൾ ഗൾഫിലാണ്. ഭർത്താവിൻ്റെ വാപ്പയിട്ട് എന്തോ ഒരു ശണ്ട കൂടി മരുമകൾ എന്നാ ഞങ്ങളവിടെ പറയാ, ഈ പുതിയണ്ണ. അവസാനം എന്താ ഉണ്ടായത്? സഹിക്കാൻ പറ്റണില്ല. എന്നെ ചീത്ത പറഞ്ഞില്ല നിങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞത്, എനിക്കൊരു വില നിങ്ങൾ തന്നില്ലല്ലോ, ഞാൻ ഇപ്പം കാട്ടിത്തരാം. ആ ഷണ്ട കൂടിയിട്ട് നേരെ ഇവള് തട്ടുംപുറത്തേക്ക് പോയി. അപ്പോൾ ബാക്കിൽ 10 വയസ്സുള്ള മോള്, ഉമ്മാ നിങ്ങൾ പോയില്ലിമ്മാന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ആ മകളെ പോലും ആ റൂമിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് ഇവള് റൂം ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടു. എന്നിട്ട് ഷാള് കെട്ടി തൂങ്ങാൻ പുറപ്പെടുകയാണ്. അപ്പൊ ശൈത്താൻ മാത്രം അവളെ കൂടെ. ആ നിമിഷം ഒരു പക്വതയുടെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, പഠിച്ചോനെ ഞാനൊരു 10 വയസ്സുള്ള മകളെ ഉമ്മല്ലേ, അവൾ എത്തിമാവുമല്ലോ, ആ നിമിഷം ആ ചിന്തല്ലേ വരുന്നത്. ആ നിമിഷം അവൾ ആലോചിക്കുന്നത് സൈനൈഡ് എവിടുന്ന് കിട്ടും, കത്തി എവിടുന്ന് കിട്ടും, കയർ എവിടുന്ന് കിട്ടും, ഹുക്ക് എവിടുന്ന് കിട്ടും. ഇതാണ് ഹുക്കില്ല, അത് സീലിംഗ് ചെയ്ത റൂമാണ്. അവസാനം ആ ജനാലയുടെ മുകളിലെ കമ്പിയിൽ ചുരിദാറിൻ്റെ ഷാളിൻ്റെ ഒരു അഗ്രം കെട്ടുന്നു, മറ്റേ ഭാഗം കഴുത്തിൽ കെട്ടുന്നു. അപ്പോൾ അവളിങ്ങനെ നിന്ന് നോക്കിയപ്പം കാല് നിലത്ത് മുട്ടുന്നുണ്ട്. അപ്പോൾ അവൾ എന്താ ചെയ്ത്? കാല് രണ്ടുമാണ് മടക്കി. കാല് മടക്കിയപ്പോൾ പിന്നെ ഇത് ടമ്പറായി വലിഞ്ഞതോടുകൂടെ പിന്നെ കൺട്രോൾ കിട്ടൂലല്ലോ. ഫോറൻസിക് വിഭാഗത്തിൻ്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയുമോ? കാലെത്തുന്ന ദൂരല്ലേ ഉള്ളൂ, ഇതാരോ കൊന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ വിദഗ്ധരായ ആളുകൾ പറഞ്ഞത്, കഴുത്ത് മുറുകിക്കഴിഞ്ഞാൽ പിന്നെ കാലിൻ്റെ ശേഷി നഷ്ടപ്പെടും. അവൾ സ്വയം ചെയ്തത് തന്നെയാണ്. എത്ര അപകടങ്ങൾ പഠിച്ചോനെ, എത്ര അപകടങ്ങൾ. ഫഇന്നൽ ഗളബ, ഒരു നിമിഷത്തെ ദേഷ്യം, യജ്മഉ ശർറ കുല്ലഹ്. എൻ്റെ പെങ്ങളിപ്പോൾ കഴിഞ്ഞ ഇന്ന് എന്നോട് പറഞ്ഞൊരു വിഷയം. അവളെ മോള് പഠിക്കുന്ന സ്കൂളിൽ 2 ദിവസം മുമ്പ് ഒരു കുട്ടി മരിച്ചു. ചെറിയ കുട്ടിയാണ്, 10-12 വയസ്സുണ്ടാവും. ആത്മഹത്യയാണ്. അപ്പം എന്താണ്, ഈ കുട്ടി കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ഇവൾക്കൊരു ഒരു ഉള്ളിൽ ഒരു കോംപ്ലക്സ്. സോനെ ഞാൻ ഉയരല്ലല്ലോ. അപ്പോൾ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, ഉയരം വെക്കണമെങ്കിൽ തൂങ്ങിയാൽ മതി. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ നമ്മളിപ്പോഴും ആലോചിക്കണം, സോഷ്യൽ മീഡിയ കാലത്തുള്ള കുട്ടികളോടാണ് നമ്മളിത് പറയുന്നത്. പഴയ ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. ഒരു പിന്നെന്താ പറയുക, ഹുക്കുമലോ അല്ലെങ്കിൽ പഴയ കാലത്തെ ഈ കുമ്പമലോ മരത്തിൻ്റെ ശിഖരത്തിലോ കൗക്കോലുമലോ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തൂങ്ങി ഹാങ് ചെയ്ത് നിന്നാൽ, അപ്പോൾ ഇവളെ ഇതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വല്യമ്മച്ചിൻ്റെ അടുത്ത് പോയാണ്ട് വല്യമ്മച്ചിനോട് ചോദിച്ചു. വല്യമ്മച്ചിയാണ് ഇവൾക്ക് എല്ലാ അസത്യങ്ങളുടെ വിവേചനമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. വല്യമ്മച്ചി ഈ പെൺകുട്ടിയുടെ അവസാന വാക്കാണ്. വല്യമ്മച്ചിനോട് ചോദിച്ചു, അമ്മച്ചിയെ നമുക്ക് ഈ തൂങ്ങിയാൽ ഉയരം കൂടുന്ന എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറഞ്ഞു, ശരിയാണോ? അപ്പം അമ്മച്ചിയും പറഞ്ഞു, ഉയരം കൂടാൻ തൂങ്ങാറുണ്ട്, പഴയ കാലം മുതൽ തന്നെ തൂങ്ങിയാൽ ഉയരം കൂടുമ്പോളെ ശരിയാണെന്ന്. വല്യമ്മച്ചി ഇതൊന്നും വിചാരിച്ചിട്ടില്ല. ഞാനൊരു ഉമ്മമാരോട് ഇത് പറയണത് എന്തിനറിയോ? നമ്മളെ മക്കൾ പ്രയോഗിക്കുന്ന ഭാഷയിൽ അവർ ഗ്രഹിച്ചത് എന്ത് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ കുട്ടി നേരെ പോയിട്ട് ഒരു കയറെടുത്തിട്ട് ഇവളെ കഴുത്ത് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് കെട്ടിയിട്ട് താഴെ ഒരു ബക്കറ്റ് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. സംഗതി വശാൽ ആ ബക്കറ്റ് മറിഞ്ഞു പോകുന്നു. ആ കുട്ടിക്ക് കാല് നിലത്തേക്ക് എത്താതെ ആ കുഞ്ഞ് മരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് അതിനുള്ള തെളിവായി മാറിയത്. പാവം കുട്ടി. അപ്പോൾ തൂങ്ങുക എന്നുള്ള ഭാഷ എന്താണെന്ന് പോലും ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ആരാ തെറ്റുകാർ? നമ്മളെ കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ ജീവിച്ചു പോവാൻ. നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കണേ, ജീവിക്കണേ, അവർ എല്ലാ സമയവും സോഷ്യൽ മീഡിയയിലാണ്. ഒന്ന് യഥാർത്ഥ ജീവിതത്തെ മനസ്സിലാക്കാൻ പോലുള്ള ഒരു സാഹചര്യവും പരിസ്ഥിതി അവർക്ക് കിട്ടുന്നില്ല എന്നർത്ഥം.
ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തന്നത് മുഴുവൻ ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പരമാർത്ഥങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ അംഗീകരിച്ച് ജീവിക്കാനുള്ള ആ ഒരു തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ റബീഉൽ അവ്വലാണ്, അപ്പോൾ ഹബീബിനെ ചേർത്തിയിട്ട് റാൻഡം ടൈപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പുതിയ സദസ്സിനോട് സംവദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നെ ക്ഷണിച്ചതിനോട് നീതി പുലർത്തുക എന്ന ഒരു കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം. അള്ളാഹു നമ്മൾ ഇത്ര നേരം പറഞ്ഞതും നമ്മൾ കേട്ടതും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചതും നമ്മൾ അതിൽ വന്നിട്ട് നമ്മളുടെ സാന്നിധ്യം അറിയിച്ചതും ഒക്കെ ഹബീബിന് നമ്മൾ കൊടുക്കുന്ന മഹബത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, ഇഷ്കിൻ്റെ ഒരു ഭാഗമായിട്ട് അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. റബീഉൽ അവ്വൽ വന്നു, ഹബീബിന് നമ്മൾ എന്ത് കൊടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായി അള്ളാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിരുനബിയോടുള്ള മഹബത്ത് ഒരടങ്ങാത്ത അനുരാഗമായിട്ട് അണപൊട്ടട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്. നമ്മൾ പരമാവധി റസൂലുള്ളാഹിനെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും പറയണ്ട, ഒറ്റയ്ക്കിരുന്നിട്ട് ഹബീബിനൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ സ്വലാത്ത് അങ്ങനെ കൊടുക്കുക, അൺലിമിറ്റഡ് ആയിട്ട്. എണ്ണം വെക്കണമെന്ന് നിർബന്ധമില്ല, ശ്രദ്ധയിൽ ചെല്ലണമെന്ന് നിർബന്ധമില്ല, ശുദ്ധിയിൽ പോലും ചെല്ലണമെന്നില്ല. ഇങ്ങനെ ഒരു ദിക്ർ ലോകത്തുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ. ഇത് ശുദ്ധിയിലും ചെല്ല, അശുദ്ധിയിലും ചെല്ല, എണ്ണം പിടിച്ചിട്ടും ചെല്ല, എണ്ണം വെക്കാതെയും ചെല്ല, ഏത് സമയത്തും ചൊല്ല. അങ്ങനെ ഒരു സാധനം തന്നെ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടെ നമുക്ക് തരാൻ കാരണം എന്താ അറിയോ? റസൂലുള്ളാഹിയിലേക്ക് എങ്ങനെങ്കിലും അടുക്കാൻ ശ്രമിക്കുന്ന ഒരു മുഹിബ്ബിന് എവിടെയും ബ്ലോക്ക് ഉണ്ടാകരുത്, അവർ ഹബീബിലേക്ക് തന്നെ എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സ്വലാത്ത് മാക്സിമം നമ്മൾ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനാണ് ഏത് കാര്യത്തിലും. കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ? സ്വലാത്തല്ലിക്കോളി. മക്കളില്ലാത്തവരുണ്ടോ? സ്വലാത്തല്ലിക്കോളി. മാനസിക ഡിപ്രഷനുള്ളവരുണ്ടോ? സ്വലാത്തല്ലിക്കോളി. സ്വലാത്ത് എല്ലാത്തിൻ്റെയും വാതിൽ തുറന്നു തരും. സ്വലാത്തിന് ഇന്നത് എന്നില്ല, ഇന്നത് എന്നില്ല. മാഷിഅത, നീ ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോ എന്നാണ് ഉബയ്യ് ഇബ്നു ഖൈബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത്. മാഷിഅത, നീ ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോ. അപ്പം നമ്മൾ മാക്സിമം റബീഉൽ അവ്വലും കൂടിയാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, റസൂലുള്ളാഹിയായിട്ട് നമുക്കുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ നബിയും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ്. മാക്സിമം ചൊല്ലുക. ഹബീബിനെ സ്വപ്നം കണ്ട ഒരുപാട് ഉമ്മമാരുണ്ട്. സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. കാരണം ഇബ്ലീസിന് എൻ്റെ കോലത്തിൽ വേഷപ്രച്ഛന്നനാകാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ല. വേറെ ഏത് പണ്ഡിതന്മാരെ കോലത്തിലും ഇബ്ലീസ് സ്വപ്നത്തിൽ വന്നേക്കാം, നമ്മളെ മുമ്പിൽ പലതും പറഞ്ഞേക്കാം. പക്ഷെ നബിതങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു യുവാവ്, ഒരു യുവതി സ്വപ്നത്തിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച നിങ്ങൾ അങ്ങനെ കോറിയിട്ടോ കുറിച്ച് വെച്ചോ. ഹബീബിനെ ഹദീസിൽ പറഞ്ഞ മാതിരി ഇക്കാരം മുഫ്ലിജൽ അസ്നാൻ, പല്ലിന് ചെറിയൊരു വിടവ് കാണാം, നല്ല സൗന്ദര്യമുള്ളൊരു വിടവ്. ലലീ അൽ ഫം, മൂക്കിന് കുറച്ചൊരു നീട്ടം കാണാം. വാസി അൽ ജബീൻ, നെറ്റിത്തടത്തിന് കുറച്ച് വിശാലത ഉണ്ടാകും. അസ്ഹർ അൽ ലൗൻ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരിക്കും. സവാ അൽ ബത്നി വസ്സദ്ർ, അവിടുത്തെ വയറും അവിടുത്തെ നെഞ്ചും ഒരുപോലെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിലായിരിക്കും. വാസി അൽ മൻകിബൈൻ, രണ്ട് ഷോൾഡറും നല്ല വീതിയുള്ള ആളായിരുന്നു പുണ്യനബി. അസജ്ജൽ ഹാജിബൈൻ, രണ്ട് പുരികവും ഇങ്ങനെ വളഞ്ഞിട്ടാണ് തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ മശ, നബി തങ്ങൾ ഒരു പരന്ന ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ തന്നെ കഅന്നമാ യൻഹത്തു മിൻ സബബ്, ഒരു കുന്നിങ്ങനെ ഇറങ്ങി വരും പോലെയാണ് നബി തങ്ങളുടെ സാധാരണ രീതിയിലുള്ള നടത്തത്തിൻ്റെ ആക്ഷൻ. ഇങ്ങനെ കണ്ട ആളുകൾ മുഴുവൻ സ്വഹാബി എഴുതി വച്ച രീതി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. അത് തന്നെയാണ് ഞാൻ കണ്ടത് എന്നാണ് ഈ കണ്ടവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട ആളുകളൊക്കെ ശരിക്ക് പറഞ്ഞാൽ അത് ശരിക്കൊരു വല്ലാത്തൊരു കൽബിയായ അറ്റാച്ച്മെൻ്റ് അല്ലേ? ഇതൊക്കെ സ്വലാത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ സ്വലാത്ത് നമ്മൾ മദീനയും തമ്മിലുള്ളൊരു വലിയൊരു പാലാണ്. ആ ബ്രിഡ്ജ് പൊളിയാതെ പൊട്ടാതെ അതിനെ നല്ല ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു ബ്രിഡ്ജാക്കി മാറ്റുക. സ്വലാത്ത് ഇങ്ങനെ ചൊല്ല, യുവാക്കൾക്ക് യുവതികൾ എല്ലാവർക്കും ചൊല്ല. സ്വലാത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മൗനമായിട്ട് ഇങ്ങനെ ചൊല്ലി അതിൻ്റെ സംതൃപ്തി നമ്മൾ ഏറ്റെടുത്താൽ മതി. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അള്ളാഹു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. ഇനിയിപ്പോൾ സ്വലാത്തിനെ പറ്റി പറഞ്ഞാലേ, അതുകൊണ്ട് എൻ്റെ ഉമ്മമാർക്ക് പ്രത്യേകിച്ചും, കാരണം അവരൊക്കെ ചില കാര്യങ്ങൾ അവരെ ഫ്രീ ടൈമിലൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തി ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ആണുങ്ങൾക്കും പെണ്ണുങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ഒരു സ്വലാത്ത് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇത് റബീഉൽ അവ്വലാണ്.
മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ സ്വലാത്ത് എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഗസാലി ഇമാമാണ് എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ഒരു മഹാൻ പറഞ്ഞത്, ഈ സ്വലാത്ത് ഒരാൾ ഒരു വട്ടം ചൊല്ലിയാൽ സാധാരണ സ്വലാത്ത് 7 ലക്ഷം ചൊല്ലിയതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. മറന്നു പോവാൻ പാടില്ല. അതിൻ്റെ എണ്ണവും അതിൻ്റെ വലുപ്പം നോക്കിയിട്ടോ നിങ്ങൾ. അപ്പം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഹഫിൻ്റെ സ്വലാത്ത് ഇല്ലേ, അതിലെന്താ ഉള്ളത്? അദദൽ അസ്ജാരി. അതിൻ്റെ എണ്ണം എത്രയാ? പടച്ചോനെ, ലോകത്തുള്ള മുഴുവൻ മരങ്ങളുടെ എണ്ണം എത്രയാണോ അത്ര സ്വലാത്ത് പുണ്യനബിക്ക് എൻ്റെ വക നീ കൊടുക്ക് റബ്ബേ. അൽക്കഹഫിൻ്റെ സ്വലാത്തിൽ. അദദർ റംലി, ലോകത്തെ മരുഭൂമികളിലെ മൺതരികളുടെ എണ്ണം എത്രയാണോ അത്ര എണ്ണം സ്വലാത്ത് എൻ്റെ വക അസ്റഫുൽ ഖൽക്കിന് കൊടുക്ക് റബ്ബേ. അയാൾക്ക് ആ എണ്ണത്തിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്. അങ്ങനെ ഓരോ എണ്ണം. ഈ സ്വലാത്ത് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ സ്വലാത്തിൻ്റെ എണ്ണം എത്ര? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ തൊടുത്തുവിട്ട സ്വലാത്ത് പരിശുദ്ധ ഹബീബിന് നീ കൊടുക്കണമേ. എണ്ണം എത്രയാണ് റബ്ബേ? അദദ മാ ഫീ ഇൽമില്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഇൽമിൽ, നിന്റെ അറിവിൽ എന്തൊക്കെ വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ ആ വസ്തുക്കളുടെ മുഴുവൻ എണ്ണം സ്വലാത്ത്. ഇതിൻ്റെ മുകളിൽ ഒരു എണ്ണം നിർമ്മിക്കാൻ ഇനി ലോകത്തൊരാൾക്കും കഴിയൂല എന്നാണ് ഈ സ്വലാത്തിനെ പറ്റി മഹാന്മാർ പറഞ്ഞത്. കാരണം ഇൽമില്ല, അള്ളാന്റെ ഇൽമിലുള്ള വസ്തുക്കളുടെ എണ്ണം സ്വലാത്ത്. അത് എത്ര കാലം? അൽക്കഫിലെ സ്വലാത്തിലൊക്കെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഞാൻ കൊടുത്തുവിട്ട സ്വലാത്ത് നബിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ എന്നാണ്. അല്ലെങ്കിൽ അടുത്ത കൊല്ലം, അല്ലെങ്കിൽ എൻ്റെ മരണം വരെ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ തീരും വരെ. ഇങ്ങനെ ഒരു കട്ട് ഓഫ് നമ്മൾ വെക്കാറുണ്ട്. ഇതിൻ്റെ കട്ട് ഓഫ്, ഇതിന് കട്ട് ഓഫ് ഇല്ല, അത് കണ്ടിന്യൂറ്റിയാണ്. ഏത് കാലം വരെയാണ്? സ്വലാത്തൻ ദായിമതൻ, എന്നേക്കുമുള്ള സ്വലാത്ത് ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുവേ, നിന്റെ അധികാരം നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ ഈ ചൊല്ലിവിട്ട സ്വലാത്ത് പുണ്യനബിയിൽ വർഷിച്ചു കൊണ്ടിരിക്കണേ തമ്പുരാനെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അള്ളാന്റെ അധികാരം മുറിയുന്നില്ല. ഖിയാമത്ത് നാൾ നടന്നാലും അള്ളാഹുവിന്റെ അധികാരം മുറിയുന്നില്ല. സ്വർഗത്തിലേക്ക് പോകേണ്ടവർ സ്വർഗത്തിലേക്ക് പോയാലും, നരകത്തിലേക്ക് പോകേണ്ടവർ നരകത്തിലേക്ക് പോയാലും അള്ളാഹുവിന്റെ മുൽക്ക്, അധികാരം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്വലാത്തിന് കാലാവധിയും ഇല്ല. ഇൻഷാ അല്ലാഹ് അതൊരു 3 വട്ടം ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ഏറ്റു ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സാണ്. എനിക്ക് ദുആക്ക് അർഹത അവകാശമൊന്നുമില്ല. പിന്നെ ഞാൻ പ്രസംഗിക്കണ ഞാനല്ല, നിങ്ങൾക്ക് അടുത്ത് വരക്കാണ്. ഇൻഷാ അല്ലാഹ് ലിസ്റ്റ് എന്തെങ്കിലും വായിക്കാനുണ്ടോ അസീസ് മാഷെ? അല്ലേ, പെട്ടെന്ന് വായിച്ചോ. ഇതന്നല്ലേ? ഓക്കെ. ആഖിബത്ത് നന്നായി മരിക്കാൻ ഓരോരുത്തരുടെ വസിയത്തുകളും മുറാദുകളുമാണ്. കടം വീടാൻ, മകളുടെ കല്യാണം ശരിയാവാൻ, ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, വിസ ഹൈറാവാൻ, അതുപോലെ തന്നെ വീട് പണി എളുപ്പത്തിൽ തീരാൻ, മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ, സുഖപ്രസവത്തിന്, ശരീരവേദന മാറിക്കിട്ടാൻ, മക്കളില്ലാത്തവർക്ക് വേണ്ടി ജോലി ഹൈറാവാൻ, ഉമ്മയുടെ അസുഖം മാറാൻ, ക്യാൻസർ മാറാൻ, മരിച്ചവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, അതുപോലെ തന്നെ
ആക്സിഡൻറ്റ് പറ്റിയ മകന് വേണ്ടി ദുആ ചെയ്യാൻ, സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ, പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി, മുറാദ് ഹാസിലാകാൻ വേണ്ടി, 21 വയസ്സുള്ള മകൻ ബൈക്ക് അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, മകന് പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടി, ഇങ്ങനെ വ്യത്യസ്ത മുറാദുകൾ മനസ്സിൽ കരുതിയിട്ട് ഒരുപാട് സാധുക്കളായ സ്ത്രീകളും പുരുഷന്മാരും ദുആ കൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവരുടെ നീയത്തൊക്കെ സ്വീകരിക്കണേ അല്ലാ, അവരെ മുറാദൊക്കെ ഹാസിലാക്കണേ തമ്പുരാനെ. ദുആയിലേക്ക് കടക്കാണ്. ഞങ്ങൾ ഈ സ്വലാത്തു ദവാമിയ എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും പോരിശയുള്ള ഈ സ്വലാത്ത് ഏറ്റെടുക്കുന്ന സകല സ്ത്രീക്കും പുരുഷനും ഉചിതമായ പ്രതിഫലം ഈ ലോകത്ത് തന്നെ നീ പ്രദർശിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവർക്ക് പുരോഗതി കൊടുക്കണേ തമ്പുരാനെ. ആ സ്വലാത്തിനെ ജീവിതത്തിൻ്റെ ഒരു കൂട്ടുകാരനാക്കാൻ ആ സ്വലാത്തിനെ ജീവിതത്തിൻ്റെ ഒരു കൂട്ടുകാരനാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിൻ്റെ ഹബീബായിട്ടൊരു ആത്മബന്ധം ഞങ്ങൾക്ക് ഉണ്ടാകണേ റബ്ബേ. അതിന് റബീഉൽ അവ്വലിൻ്റെ ഈ ഇരുത്തം ഒരു കാരണമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, റൗള ഷരീഫിൻ്റെ തങ്കത്താഴിക കുടങ്ങൾക്ക് താഴെ കിടക്കുന്ന പരിശുദ്ധ ഹബീബിനെ മരിക്കുന്നതിൻ്റെ മുമ്പ് പല ഒരു സ്വപ്നത്തിൽ കാണാൻ ഈ കണ്ണുകൾക്ക്, ഈ അകക്കണ്ണിന് ഭാഗ്യം നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് ഒരു സബബാവണേ അല്ലാ. ഹബീബിനെ പറഞ്ഞ ഈ സദസ്സ് ഒരു കാരണമാവണേ അല്ലാ. ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. ഹബീബിലൂടെ ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا يا رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم هذا الدعاء في مجلس الميمون في شهر المبارك شهر ربيع الأول يا رب العالمين. اللهم اقض حوائجنا بهذا الشهر. اللهم طول أعمارنا بحق ربيع الأول. اللهم أد ديوننا بحق ربيع الأول. اللهم حسن أخلاقنا بخلق نبيك يا رب العالمين الذي كان خلقه القرآن. اللهم اجعلنا من محبيك ومحبي حبيبك محمد صلى الله عليه وسلم يا رب العالمين. اللهم سلمنا بالصلاة. اللهم سلمنا بالصلاة. اللهم كفر عنا ذنوبنا بالصلاة. اللهم فرج همومنا بالصلاة. اللهم زين أخلاقنا بالصلاة. اللهم وسع أرزاقنا بالصلاة. اللهم يسر أمورنا بالصلاة. اللهم حصل مرادنا بالصلاة على نبيك محمد صلى الله عليه وسلم يا رب العالمين. അള്ളാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരെ സഹായിച്ചവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘാടകർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന് ഇതിൻ്റെ തുടക്കം മുതൽ ഈ ഒടുക്കം വരെ ഒരു ഇല പോലും അനങ്ങുന്നതറിയാതെ സൂക്ഷ്മമായി ഈ സദസ്സിലേക്ക് ശ്രദ്ധ തന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കാരണന്മാർ, യുവാക്കൾ, അള്ളാഹുവേ, അവർക്ക് നീ അവരെ ഇൽമിനെ ആഫിയാക്കി കൊടുക്കണേ അല്ലാ. പക്ഷേ ഈ ഇരുന്നത് ഞങ്ങളുടെയൊക്കെ മീസാൻ, ഹസനാത്തിൻ്റെ മീസാനിൽ നാളെ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാ. ഞങ്ങൾ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ആസ്വദിച്ച് കിടക്കാനുള്ളൊരു വെളിച്ചമാക്കി തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഠിച്ചോനെ, ഇങ്ങനെ നിൻ്റെ ഹബീബിൻ്റെ ഒക്കെ സദസ്സിൽ പോയി ഇരുന്നിട്ട് അവിടത്തോടുള്ള മെഹബത്തൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഹുബ്ബല്ലാതെ ഞങ്ങളെ കയ്യിലൊരു അമലുമില്ല റബ്ബേ. സാധുക്കളായ ഞങ്ങളെ ഹബീബിലൂടെ ഏറ്റെടുക്കണേ അല്ലാ. നിൻ്റെ ഹബീബ് ഉദ്ഘാടനം ചെയ്ത് തുറക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലിലൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഈ ഇരുത്തം ഒരു കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരെ വീട്ടാൻ സഹായിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കല്യാണപ്രായക്കെത്തിയ രക്ഷിതാക്കൾ വിഷമത്തിലാണ്. അള്ളാഹുവെ, ആണും പെണ്ണുമായ എല്ലാ മക്കൾക്കും നല്ല കുഫുവത്ത ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അത് ത്വലാഖിൻ്റെ ശബ്ദം കേൾക്കാത്ത ദാമ്പത്യമാവണേ അല്ലാ. സ്നേഹം ചോർന്നു പോവാത്ത ദാമ്പത്യമാവണേ അല്ല. പരസ്പരം സംശയങ്ങളില്ലാത്ത ദാമ്പത്യമാവണേ അല്ല. വീറും വാശിയുമില്ലാത്ത, പിശാചി ഇടപെടാത്ത ദാമ്പത്യം ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകണേ അല്ല. ഞങ്ങളെ കുടുംബത്തിൽ പിശാചിന് ആക്സസ് കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്വഭാവം പരിശുദ്ധ ഹബീബിൻ്റെ സ്വഭാവത്തിൻ്റെ കശ്ഫ് കറാമത്ത് മജ്ലിസത്ത് കൊണ്ട് നീ നന്നാക്കി തരണേ തമ്പുരാനെ. ഗൾഫിലേക്ക് വിസ റെഡിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ ഹൈറാക്കി കൊടുക്കണേ അല്ലാ. ടെസ്റ്റ് എഴുതി ടെസ്റ്റിന് വിധേയരായ ആളുകളുണ്ട്. അള്ളാഹുവേ, മല പോലെ വന്ന എല്ലാ രോഗങ്ങളെയും മഞ്ഞുപോലെ ഉരുക്കി കളയണേ അല്ലാ.
ബിഹഖി സ്വലാത്തി അല നബീക്കൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബൽ ആലമീൻ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ തമ്പുരാനെ, ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യങ്ങളിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, ഒരു നവജാത ശിശുവിനെയും വൈകല്യമുള്ള കുട്ടികളാക്കി മാറ്റല്ലേ തമ്പുരാനെ. സോനെ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന സാധുക്കളായ ഭിന്നശേഷിക്കാർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. അവരെ പൊന്നുപോലെ നോക്കുന്ന മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നല്ല ജോലി കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. മാതാപിതാക്കളുടെ മക്കളുടെ അസുഖം മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരും രോഗത്തെ നീ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് ശിഫയാക്കണേ അല്ലാ. റബീഉൽ അവ്വലിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. ഈ വന്നിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലോ അകത്തോ പുറത്തോ ഏതെങ്കിലും രോഗത്തിൻ്റെ വൈറസ് ഞങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ വളർന്നു വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ, ഞങ്ങൾ അറിയാതെ തന്നെ ഇവിടെ ചൊല്ലിയ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട്, ഇവിടെ പറഞ്ഞ നിൻ്റെ ഹബീബിൻ്റെ മദ്ഹിൻ്റെ പോരിശ കൊണ്ട് ഇവിടെ വെച്ച് നീ കരിച്ചു കളയണേ അല്ലാ. മജ്ലിസുന്നൂറിൻ്റെ റേഡിയേഷൻ കൊണ്ട് നീ അതിനെ കരിച്ചു കളയണേ അല്ലാ. അത്യാധുനിക സംവിധാനങ്ങളുള്ള യന്ത്രങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ലേ അല്ലാ. ആശുപത്രി ബെഡുകളെ കൊണ്ട് ഞങ്ങളെ ശരീരത്തെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അതിനുള്ള അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എതിരെ വന്ന വിധികളെ മുഴുവൻ ഞങ്ങളെ ദുആൻ്റെ സ്വതക്കാൻ്റെ ഒക്കെ ഹക്ക് കൊണ്ട് തട്ടിക്കളയണേ അല്ലാ. ക്യാൻസർ രോഗം ബാധിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, നീ എത്രയും പെട്ടെന്ന് അതിനൊക്കെ നിർവീര്യമാക്കി കൊടുക്കണേ അല്ലാ. അത്ഭുതം പോലെ അടുത്ത ടെസ്റ്റുകളിൽ അതിൻ്റെ അടയാളങ്ങൾ നീ കാണിക്കാതിരിക്കണേ അല്ലാ. അള്ളാഹുവേ, ആക്സിഡൻറ്റ് പറ്റിയ കുട്ടികളുണ്ട്, നീ എത്രയും പെട്ടെന്ന് ആജിലായ ശിഫ കൊടുക്കണേ തമ്പുരാനെ. സ്ഥലം വിട്ടുകിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, അതിൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്, ഉന്നത വിജയം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, മുറാദ് ഹാസിലാക്കാൻ പറഞ്ഞവരുണ്ട്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്, ഈ സദസ്സിൻ്റെ ഹക്ക് കൊണ്ട് നീ അതൊക്കെ പൂർത്തിയാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ വീട്ടിൽ നീ ബർക്കത്ത് നിറക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഓരോരുത്തരും ഓരോ പള്ളിക്കാട്ടിൽ കിടക്കാൻ ഇന്ന് രാത്രി അവരെ കയ്യിൽ ഞങ്ങൾ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന പൊതിച്ചോറായി ഈ സദസ്സിൽ ഞങ്ങൾ